ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചു വന്ന കൂട്ടത്തിൽ അവിടെ വന്ന് നിന്നതാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ദയവായി വായിക്കാം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് ശേഷം ഇന്നുള്ള ഭൂമിയുടെ അവസ്ഥകൾ മാറ്റി 3-ാമത് സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ കോസ്മോസ് വരും എന്ന് നമ്മൾ കണ്ടു. നമുക്കൊരു വാക്കിൽ വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി ഒരുക്കപ്പെടുവാൻ ഇന്ന് ഞങ്ങളെ ഒന്നുകൂടെ സഹായിക്കണേ. അങ്ങയുടെ വചനത്തിന്റെ ഗൗരവവും വീര്യവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ പ്രത്യാശയും അതേസമയം ഭയവും ഉളവാക്കണേ. ഭയത്തോടെ ഞങ്ങളുടെ മരുഭൂപ്രയാണം കഴിക്കുവാൻ, ഞങ്ങൾ പ്രത്യാശിക്കുന്ന വാഗ്ദത്ത നാട്ടിൽ കയറുവാൻ കർത്താവെ അതിനകത്തൊരു യോഗ്യത ലഭിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണേ. പരിശുദ്ധാത്മാവേ, മുഴു സാന്നിധ്യത്തിലും ഇറങ്ങി വന്ന് നിയന്ത്രണം ഏറ്റെടുത്താലും ഇന്ന് സംസാരിക്കപ്പെടുന്ന വചനങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണേ. ഇന്ന് സംസാരിക്കപ്പെടുന്ന വചനങ്ങൾ അന്തരീക്ഷത്തെ രൂപീകരിക്കണമേ. ഇന്ന് തിരുമേനി വന്ന് ഞങ്ങളോട് ഇടപെടണമേ. മഹത്വം അങ്ങേക്കാകട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എടുത്തു വന്നതായ ചില്ലറ കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. ഇതിനകത്ത് നമ്മെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവരുണ്ട്. നമ്മോടൊപ്പം സഭയോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നവരായി ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ, എനിക്കൊന്ന് ഒരു 10-100ഓളം രാജ്യങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും ആളുകൾ കയറി നമ്മോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. വെബിലൂടെ ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും, നാളെ റെക്കോർഡഡ് മെസ്സേജിലൂടെ ശ്രദ്ധിക്കുന്നവരെയും ഈ സഭയോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇത് ഒരുപോലെ പ്രയോജനമായിരിക്കട്ടെ. ദൈവവചനത്തിന്റെ പ്രത്യേകത ശുശ്രൂഷിക്കുന്ന വ്യക്തിക്കും ശുശ്രൂഷിക്കപ്പെടുന്നവർക്കും ഇത് ഒരുപോലെ പ്രയോജനമായിരിക്കും. ഒരു നാടകത്തിൽ അഭിനയിക്കുന്നവർക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ല, പകരം അഭിനയം കാണുന്നവർക്ക് ആസ്വദിക്കുവാനുണ്ട്. ഇവിടെ അങ്ങനെയല്ല. സ്വയം രൂപീകരിക്കപ്പെട്ടുകൊണ്ട് നിർമ്മലീകരിക്കപ്പെടുവാൻ ഉള്ളവരോട് ദൈവവചനം പറയുകയാണ്. ഇതിനകത്തെ യാഥാർത്ഥ്യം, തിരുവചനത്തിന്റെ പ്രമാണം അതാ. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്? ആദിമ ഭൂമി ദൈവം സൃഷ്ടിച്ചു. അത് ലൂസിഫറിനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും പാർക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ലൂസിഫറിനെ ദൈവം ശിക്ഷിക്കുകയും അവിടെ നിന്ന് മാറ്റിക്കളയുകയും ചെയ്തു. ലൂസിഫറിന്റെ 1-ാമത്തെ നീക്കങ്ങൾ കണ്ടുകൊണ്ട്, അവന്റെ ജീവിതത്തിൽ കണ്ട ഏതോ പെശകുകൾ കണ്ടുകൊണ്ട്, ഇനിയും ഇവൻ ഇതുപോലെ ഒരു പ്രശ്നം സൃഷ്ടിച്ചാൽ ഭൂമിയും കൂടെ മലിനമായി പോകാതെ അതിനെ വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി തന്റെ പുത്രനായ ക്രിസ്തുവിനെ മുൻ നിയമിച്ച ശേഷമാണ് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. അപ്രകാരം തന്നെ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലും പിശാച് അല്ലെങ്കിൽ ലൂസിഫർ കളങ്കം കാണിക്കുകയും ദൈവം അവനെ ശപിച്ച് അവനുള്ള പ്രകാശത്തെ ഇരുളാക്കി മാറ്റി ഭൂമിയിൽ നിന്ന് അവനെ നിഷ്കാസനം ചെയ്യുകയും അന്നുള്ള കോസ്മോസ്, ഭൂമിയെ, സംവിധാന ക്രമത്തെ, 1-ാമത്തെ ആകാശത്തെയും 1-ാമത്തെ ഭൂമിയെയും ദൈവം നശിപ്പിക്കുകയും ആ സംവിധാനങ്ങൾക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്തു. ഭൂമിയെ ദൈവം അതിനുവേണ്ടി കരുതിയിരുന്ന സ്ഥലത്തേക്ക് മാറ്റുകയും നീണ്ട നാളുകൾ അത് പാഴും ശൂന്യവുമായി പോകുകയും ചെയ്തു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ വീണ്ടും ദൈവം 1-ാമത്തെ ഭൂമിയെ രൂപീകരിച്ച് 2-ാമതൊരാകാശവും 2-ാമതൊരു ഭൂമിയുമാക്കി ആ ഭൂമിയെ ഇവിടേക്ക് മടക്കിക്കൊണ്ടുവരികയും 2-ാമത്തെ കോസ്മോസിൽ ആദം ഹവ്വമാരെ സൃഷ്ടിക്കുകയും ഈ നീണ്ട യുഗങ്ങളായി നാം ഇതിനകത്ത് പാർത്തു വരികയും ചെയ്യുന്നു. ഇന്നുള്ള ആകാശവും ഇന്നുള്ള ഭൂമിയും ഇന്നുള്ള കോസ്മോസ് തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആകാശം ചുട്ടഴിയുകയും ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകുകയും ചെയ്യും. അതിനെ തുടർന്ന് നീതി വസിക്കുന്ന 3-ാമതൊരാകാശവും 3-ാമതൊരു ഭൂമിയും ഉൾപ്പെടുന്ന 3-ാം കോസ്മോസ് ദൈവം കൊണ്ടുവരും എന്ന ആശയമാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടത്, തിരുവചനത്തിൽ നിന്ന് ചിന്തിച്ചത്. അന്ന് ചിന്തിച്ചതിൻ്റെ ഒടുവിലത്തെ വാക്യമായ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നമ്മൾ കാത്തിരിക്കുന്നു എന്ന വാക്കിന്റെ ഗൗരവത്തിലേക്ക് പോകുവാനാണ് കർത്താവിന്റെ കൃപയിൽ നമ്മൾ ശരണപ്പെടുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനവും യൂദായുടെ ലേഖനത്തിലെ 24 വാക്യങ്ങളും ഏറെക്കുറെ ഒരേ ആശയം സ്ഥാപിക്കുന്നതും, യൂദായുടെ ലേഖനത്തിലെ ചില്ലറ വാക്യങ്ങളുടെ വിശദീകരണമായി പത്രോസിന്റെ 2-ാം ലേഖനത്തെ ഒരളവിൽ നമുക്ക് ചിത്രീകരിക്കുകയും ചെയ്യുവാൻ കഴിയും.
കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ 2 പതനങ്ങളെക്കുറിച്ചും നാം നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ വായിക്കേണ്ട, കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന ആശയം നാം അനേകയാവർത്തി ചിന്തിച്ചിട്ടുണ്ട്. 3-ാം കോസ്മോസിൽ വരെ നമ്മൾ ഇന്നും എത്തുകയില്ല. 2ാമത്തെ കോസ്മോസിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ സത്യമായി വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ആകാശവും ഇന്ന് കാണുന്ന ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ അന്തിമമായി ഇവയ്ക്ക് സംഭവിപ്പാനുള്ളത് എന്ത് എന്ന ആശയത്തിലൂടെ ക്രിസ്തുവിന്റെ വരവിനെ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉണർത്തേണ്ടതിന് വേണ്ടി ചില ആശയങ്ങളാണ് ഇന്ന് ദൈവസന്നിധിയിൽ വയ്ക്കുവാൻ, ദൈവസഭയുടെ മുമ്പിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. കർത്താവായ യേശുവിന്റെ 2ാം വരവിന്റെ 1-ാം പതനം, 2ാം വരവിന് കുറഞ്ഞാലും 2 പതനങ്ങൾ എങ്കിലും ഉണ്ട്. അതിന്റെ 1-ാം പതനം 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് പോലെ കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ ജനിച്ച്, അതെങ്ങനെയാ? ആത്മാവിനാൽ വീണ്ടും ജനിച്ച്. ക്രിസ്തുവിൽ ജീവിച്ച്, അതെങ്ങനെയാ? ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിച്ച്. ക്രിസ്തുവിൽ മരിച്ച്, നമ്മെ തിരികെ വിളിക്കുന്ന നാളിൽ നമ്മുടെ മൺശരീരം ഈ മണ്ണിലേക്ക് മാറും. ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട അല്ലെങ്കിൽ മരിച്ച വിശുദ്ധന്മാർ യേശുവിന്റെ രഹസ്യവരവിന്റെ കാഹളത്തിന്റെ മുമ്പിൽ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സംഭവമുണ്ട്. അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദൈവജനത്തെ കർത്താവ് മധ്യ ആകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ വരവിന്റെ 1-ാം ഭാഗത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നത് കള്ളനെ പോലെയായിരിക്കും വരുന്നത്, ആരും അറിയുകയില്ല. കർത്താവ് കള്ളനെപ്പോലെ വരികയും തനിക്കുള്ള നിക്ഷേപത്തെ തന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യുന്ന സമയം. അതിനെക്കുറിച്ച് യേശു പറഞ്ഞു, 10 കന്യകമാർ വിളക്കെടുത്തുകൊണ്ട് മണവാളനെ എഴുന്നേൽപ്പാൻ പുറപ്പെട്ടു. 10 പേരും ഒരുമിച്ചുറങ്ങി, 10 പേരും ഒരുമിച്ച് ഉണർന്നു. പക്ഷേ 5 പേർ ബുദ്ധിയുള്ളവർ മണവാളനോടുകൂടെ ചേർക്കപ്പെട്ടു. മണവാട്ടിയുടെ വീട് വരെ മണവാളൻ വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവം വിശുദ്ധ മത്തായി 25-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അന്ന് മണവാട്ടിയുടെ വീട് വരെ മണവാളൻ വന്നിട്ടില്ല, അഥവാ നമ്മെ പാർപ്പിച്ചിരിക്കുന്ന ഭൂമി വരെ യേശു വരികയില്ല. മണവാളന്റെ വീട് വരെ മണവാട്ടി എത്തിയിട്ടില്ല. വേറൊരു ഭാഷയിൽ സ്വർഗത്തിൽ വരെ സഭ എത്തുകയില്ല. മധ്യ ആകാശത്തിൽ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതിന് ഇടയിൽ എവിടെയോ ഒരു സ്ഥലത്ത് മണവാളനും മണവാട്ടിയും തമ്മിൽ കണ്ടുമുട്ടി. മധ്യ ആകാശത്തിലെ വരവ് എന്ന് അതിനെ വിളിക്കും, രഹസ്യവരവ് എന്ന് അതിനെ വിളിക്കും. വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെടുന്ന അളവിനെ റാപ്ചർ അല്ലെങ്കിൽ ദൈവസഭയുടെ യാത്ര എന്നിത്യാദികളുള്ള പദങ്ങളാൽ ചിത്രീകരിക്കുന്നു. ദൈവിക റാപ്ചർ നടന്നിരിക്കും. അന്ന് നാം സഭ ചേർക്കപ്പെടും. സഭ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെട്ടാൽ തുടർന്ന് എന്തായിരിക്കും നടക്കുന്നത്? 1, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടയ്ക്കും. ദൈവസഭയ്ക്ക് അനേക പ്രതിഫലങ്ങൾ യേശു പകുത്തു കൊടുക്കും. ഓരോരുത്തരും അധ്വാനിച്ചതിനും ഓടിയതിനും തക്കവണ്ണം. ഇവിടെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണേ. ക്രിസ്തുവിൽ മരിച്ചവരുടെ മാത്രം കാര്യമാണ് ഞാൻ ഈ തൊടുന്നത്, ബാക്കി ആരുടെയും അല്ല. ദാനിയേൽ പ്രവചനം പറഞ്ഞു, മരിച്ചവരിൽ ശേഷം പേർ 1000 ആണ്ട് കഴിയുവോളം ഉയർത്തെഴുന്നേറ്റിട്ടില്ല. 1000 ആണ്ട് വാസം ഈ ഭൂമിക്കുണ്ട്. അന്ന് വരെ, ഇന്ന് ആ ഭാഗം നമ്മൾ തൊടും. മരിച്ചവരിൽ ശേഷം പേർ ഉയർത്തിട്ടില്ല. വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തിട്ടുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർത്തിട്ടുള്ളൂ. ഈ ഉയർത്തെഴുന്നേറ്റവരെ മധ്യ ആകാശത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് തമ്പുരാൻ കൊണ്ടേയിരുത്തും. പുനരുത്ഥാന ജീവിതത്തിൽ നാം ആരും ഇന്നിരിക്കുന്ന സാഹചര്യത്തിലല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന അന്തരീക്ഷം പുനരുത്ഥാനം ചെയ്യപ്പെട്ട ശരീരങ്ങൾക്ക് ആവശ്യമില്ല. ഈ പുനരുത്ഥാനം ചെയ്യപ്പെട്ട് ക്രിസ്തുവിൽ മരിച്ചവരുടെ എണ്ണം എത്രയായിരിക്കും? എണ്ണിത്തീർക്കാൻ കഴിയാത്ത മഹാപുരുഷാരം പോലെ എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ കൊടുക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സംഖ്യ 1000 കോടി കോടി പോലെ 10,000 ഇരിക്കുന്നു എന്ന് കാണാം. 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000 എന്നിങ്ങനെ പോകുമെന്നാണ് അതിന്റെ അർത്ഥം. എണ്ണിത്തീർക്കാൻ കഴിയാത്ത സംഖ്യയാണ്. പുനരുത്ഥാനത്തിൽ നാമും ദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് യേശു പറഞ്ഞത് മറക്കരുത്. അംഗസംഖ്യ എണ്ണിത്തീർക്കാൻ കഴിയാതെ വണ്ണം ഒരു മഹാസമൂഹമായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. ഇതിനകത്തുനിന്ന് രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടവരുടെ എണ്ണം കുറവാണെങ്കിലും അനേക തലമുറകളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യേശുവിന്റെ നാമത്തിനു വേണ്ടി നേരോടെ നിന്നവരെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ലക്ഷോപലക്ഷങ്ങളായി എണ്ണിത്തീർക്കാൻ കഴിയാത്ത വലിയൊരു പുരുഷാരമായിരിക്കും അത്. അവർ വെള്ളനിലയങ്കി ധരിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ മാറ്റപ്പെടും.
അവരെ മധ്യാകാശത്തിൽ എവിടെയായിരിക്കും ഇരുത്തുന്നത്? എനിക്കറിഞ്ഞുകൂടാ. ഈ ഭൂമിക്ക് ആവശ്യമുള്ള ഇന്നത്തെ ചൂടോ തണുപ്പോ ഇന്നത്തെ ഓക്സിജനോ ഒന്നും അന്ന് ആവശ്യമായിരിക്കില്ല. ദൂതന്മാർക്ക് തുല്യരായിരിക്കും നമ്മൾ. ദൂതന്മാരെ ദൈവം വിവിധ നക്ഷത്രമണ്ഡലങ്ങളിലൊക്കെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ കണ്ടു. എങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മധ്യാകാശത്തിൽ എവിടെയോ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഏത് നക്ഷത്രത്തിലും പാർക്കാം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഭൂമിയേക്കാൾ 1,30,000 മടങ്ങ് വലിപ്പമാണ് നമുക്ക് വേണ്ടി പ്രകാശിക്കുന്ന സൂര്യന്റെ അളവ് വലിപ്പം. ഒന്നുകൂടെ പറയാം, നാം ഇന്ന് വസിക്കുന്ന ഈ ഭൂമിയേക്കാൾ 1,30,000 ഇരട്ടി എങ്കിലും വലുതാണ് നമ്മുടെ സൂര്യൻ. നമ്മുടെ സൂര്യൻ നമ്മുടെ തന്നെ ഗാലക്സിയിലെ ഒരു കൊച്ചു നക്ഷത്രമാണ്. ഇതിനേക്കാൾ ഒരുപാട് വലിയ നക്ഷത്രങ്ങൾ നിരവധിയുള്ളതായ ഈ ഗാലക്സിയിൽ തന്നെ യുഗങ്ങളായി മരിച്ച ദൈവമക്കൾക്ക് പാർക്കുവാനുള്ള സ്ഥലം മുന്നമേ തമ്പുരാൻ കണ്ടു. തന്റെ മുന്നറിവിൽ ഇതെല്ലാം ഉണ്ട്. ലക്ഷോപിലക്ഷം ഗ്രഹങ്ങളെ കൂട്ടിമുട്ടാതെ ഓടുവാൻ തക്കവണ്ണം തന്റെ വാക്കിനാൽ നിയന്ത്രിച്ച സംവിധാന ക്രമങ്ങളുടെ ഉടമസ്ഥന് നമ്മെ എവിടെ പാർപ്പിക്കുമെന്ന് നന്നായി അറിയാമായിരുന്നത് കൊണ്ടാണ് സ്വന്തം പുത്രനെ ആദരിയാതെ കാൽവറിയിൽ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി അർപ്പിച്ചു തരികയും അതിന്റെ ഫലമായി ദൈവം നമ്മെ വളർത്തുകയും ചെയ്തത്. ഈ വിശുദ്ധന്മാരെ മധ്യാകാശത്തിൽ ദൈവമൊരുക്കി ഏതോ സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ട് ഇരുത്തിയ ശേഷം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുകയും ഈ ഭൂമിയിൽ അധ്വാനിച്ചതിന് തക്കവണ്ണം ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം യേശുവിന്റെ കിരീടധാരണം നടക്കും. വായിക്കാം വെളിപ്പാട് പുസ്തകം 19:6. വെളിപ്പാട് പുസ്തകം 19:6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നിൽക്കട്ടെ, യേശുവിന്റെ രാജ്യത്വം താൻ ഏൽക്കുന്ന ഒരു ദിവസമുണ്ട്. താൻ ഇതുവരെയും രാജാവായി രാജ്യത്വം ഏറ്റിട്ടില്ല. രാജ്യം തന്റെ പിതാവ് ഭരിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നീതിയും രാജ്യസ്ഥാപനം ഇതുവരെ നടന്നിട്ടില്ല? യേശു തന്നെ ഇതുവരെയും രാജ്യത്വം ഏറ്റിട്ടില്ല. രാജ്യത്വം തനിക്കുള്ളതാണ്. തന്റെ പിതാവ് തന്നെ രാജാവായി ജനിപ്പിച്ചതാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം പണ്ടൊരിക്കൽ വിദ്വാൻമാർ ചെന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ചോദിച്ചത് നമുക്കറിയാം. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്നത് രാജ്യത്വം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന്റെ വിസ്താരത്തിനും വർധനയ്ക്കും അന്തമുണ്ടാകയില്ല. താൻ രാജാവായി വിളിക്കപ്പെട്ടവനാണ്, രാജാവായി ജനിച്ചവനാണ്, രാജാവായി വരേണ്ടവനാണ്. പക്ഷേ തന്റെ രാജ്യത്വം താൻ ഇതുവരെയും ഏറ്റിട്ടില്ല. മധ്യാകാശത്തിൽ വെച്ച് യേശു തന്റെ രാജ്യത്വം ഏൽക്കും. ഇന്നുവരെ അവനെ രാജാവെന്ന് നാം പറയുന്നുവെങ്കിലും താൻ രാജ്യത്വം ഏറ്റിട്ടില്ല. അവൻ രാജ്യത്വം ഏൽക്കേണ്ടതാണ്. അടുത്തതായി നടക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. വായിച്ചാട്ടെ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഒരു വാക്യം മേളിൽ വായിക്കാമോ? നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. 6-ാമത്തെ വാക്യത്തിൽ രാജ്യത്വമേറ്റവനായ യേശു രാജാവായി തന്റെ സഭയെ വിവാഹം കഴിക്കുവാൻ, സഭയെ ചേർത്തുകൊണ്ടവൻ, സഭയെ വിവാഹം കഴിക്കുവാൻ എന്ന് പറഞ്ഞാൽ പിരിയാതെ ഒരുമിച്ച് വാഴുവാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. വിവാഹം എന്ന പദം കൊണ്ട് മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ തമ്മിൽ പിരിയുകയില്ല എന്ന് ഈ ഭൂമിയിൽ വെച്ച് നാം ഒരു ഉടമ്പടി ചെയ്യുന്ന ആ ശുശ്രൂഷയാണ് വിവാഹം എന്ന് വിളിക്കുന്നത്. നിത്യമായി ഒരുമിച്ച് പാർക്കുവാൻ. ഞാനിവിടെ ഒരു വാക്ക് ചേർത്ത് പറഞ്ഞോട്ടെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മനുഷ്യൻ വേർപിരിക്കാതെ ദൈവമായി അവരെ വേർപിരിക്കുന്ന ഒരു ദിവസം വരും. ദൈവം യോജിപ്പിച്ചതിനെ ദൈവം വേർപിരിക്കും. അത് എന്നാണെന്നറിയാമോ? ഒന്നുകിൽ മരണം കൊണ്ടാണ്. മരണം നമ്മൾ കൊണ്ടുവരുന്നതല്ല, ദൈവം കൊണ്ടുവരുന്നതാ. ഒന്നുകിൽ മരണം കൊണ്ടാണ്, ഇല്ലെങ്കിൽ യേശുവിന്റെ വരവിനാല. രണ്ടുപേരും ഒരുമിച്ചൊരു കിടക്കമേലായിരിക്കും. ഒന്നിനെ എടുക്കും, വേറൊന്നിനെ കൈവിടും. അതിന്റെ അർത്ഥം ഒരു കുടുംബത്തിലെ ഭാര്യയോ ഭർത്താവോ ഒരാൾ എടുക്കപ്പെടുമെന്നല്ല, പകരം ഒരു വേർപാട് നടക്കും. അന്ന് അരുതാത്തതിനെ വേർതിരിക്കും. പുനരുത്ഥാന ജീവിതത്തിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ല, അവർ ദൂതന്മാർക്ക് തുല്യരായിരിക്കും എന്ന് തിരുവചനം പറഞ്ഞു. ദൈവം യോജിപ്പിച്ചതിനെ ദൈവത്തിന് മാത്രം വേർതിരിക്കാം. ദൈവം വേർതിരിക്കും. എങ്ങനെ വേർതിരിക്കും? ഒന്നുകിൽ
മരണം കൊണ്ട് വേർതിരിക്കും, ഇല്ലെങ്കിൽ തൻ്റെ വരവ് കൊണ്ട് വേർതിരിക്കും. അതുവരെയും ഒരുമിച്ച് പാർക്കേണ്ടതിനെ എടുക്കുന്ന തീരുമാനത്തോട് ചേർന്ന ആ കർമ്മത്തെയാണ് വിവാഹമെന്ന് വിളിക്കുന്നത്. ക്രിസ്തു തൻ്റെ സഭയുമായി വിവാഹം കഴിക്കുന്ന ഒരു നാളുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരും ഈ മണ്ണിൽ എനിക്ക് വേണ്ടി പോരാടിയവരും കണ്ണുനീർ തോരാതെ വണ്ണം, വിയർപ്പ് തീരാതെ വണ്ണം, ദുഃഖം നീങ്ങാതെ വണ്ണം എനിക്ക് വേണ്ടി ഓടിയവരും അതേസമയം ദൈവത്തിന്റെ നീതിയുള്ള കരങ്ങളിൽ ഈ ഭൂമിയിൽ സമർപ്പിച്ചതിനാൽ ഏത് കഷ്ടത്തിന്റെ നടുവിലും പ്രത്യാശ കൈവിടാതെ എന്റെ പാദത്തിൽ ഇരുന്നവരുമായ ജനത്തെ ഇനി ഒരു നാളും പിരിയാതെ വണ്ണം ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ പോകുകയാണ് എന്ന ദൈവിക പ്രഖ്യാപനമാണ് കുഞ്ഞാടിന്റെ കല്യാണം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു സഭയെ മധ്യാകാശത്തിലേക്ക് ചേർത്തു. രണ്ട്, സഭയ്ക്ക് ആവശ്യമുള്ള പ്രതിഫലങ്ങൾ, അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി, അതിന്റെ പ്രതിഫലം അവിടെ വീതിച്ച് കൊടുത്തു. പ്രത്യേക കിരീടങ്ങൾ അവരെ ധരിപ്പിച്ചു. ചിലർക്ക് നീതിയുടെ കിരീടം, ചിലർക്ക് പല കിരീടങ്ങളുണ്ട്, നമ്മൾ ഇതിനെക്കുറിച്ച് എടുത്തിരുന്നു. കിരീടങ്ങൾ ധരിപ്പിച്ചു. പ്രതിഫലങ്ങളായി, കിരീടങ്ങളായി, മാന്യതകളായി സ്ഥാനനിർണയങ്ങൾ കഴിഞ്ഞ ശേഷം കർത്താവായ യേശു തന്റെ കാന്തയാകുന്ന സഭയുമായി ഒരു കാലത്തും പിരിയാതെ ഇരിക്കുവാൻ ഒരു വിവാഹം നടന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. വായിച്ചോ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മെ ഒരുക്കുന്നത് ദൈവമല്ല, നാം തന്നെ ഒരുങ്ങിയേ മതിയാകൂ. നമ്മെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കും. തിരുവചനം നാം ഒരുങ്ങേണ്ട മെതേഡുകൾ നമുക്ക് പറഞ്ഞു തരും. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഈ പദത്തിന് ഭയങ്കര ഒരർത്ഥമുണ്ട്. നമ്മെ ക്രിസ്തുവിന് അനുരൂപരായി ഒരുക്കാതെ വണ്ണം ജഡമോഹങ്ങളിലേക്ക് വലിച്ചു കളയുന്ന ഒരു സാത്താന്യ ശക്തി ഈ ഭൂമിയിലുണ്ട്. അതേസമയം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേറൊന്നും നമുക്കുണ്ട്. ഇതിൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയും. അവന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആരും ദൈവം ഇങ്ങോട്ട് വന്നെ ഒരുക്കുമെന്ന് പറയരുതേ. നോ, നാം തന്നെയാണ് നമ്മെ ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കവേ താൻ എടുത്തു പറഞ്ഞ ഒരു പദം ഞാൻ ഓർക്കുന്നുണ്ട്. താൻ പറഞ്ഞു, ഒരു 2 വയസ്സോ 2.5 വയസ്സോ ഉള്ള ഒരു കൊച്ചു കുഞ്ഞിനെ അല്പ ദിവസത്തേക്ക് അല്ലെ ഒരു ദിവസത്തേക്ക് വീട്ടിലിട്ടേച്ച് വെളിയിലോട്ട് പോകുവാൻ അമ്മ നിർബന്ധിതയായി. അയൽവക്കത്തെ അമ്മച്ചിയെ വിളിച്ച് കുഞ്ഞിന് ആവശ്യമുള്ള ആഹാരങ്ങളും ഇഷ്ടപ്പെടുന്ന കളിപ്പാവകളും ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രങ്ങളും ഒക്കെ എടുത്തു കൊടുത്ത്, കുഞ്ഞ് കരയുകയാണെങ്കിൽ ഇതൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഒരു ദിവസത്തേക്ക് അയൽവക്കത്തെ അമ്മച്ചിയെ വിളിച്ചേൽപ്പിച്ച ശേഷം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉറക്കിയിട്ടേച്ച് അങ്ങ് പോയാൽ ഈ കുഞ്ഞ് ഉണരുന്നുടനെ അമ്മയെ നോക്കി ഒന്ന് കരയും. കാണാതെ വരുമ്പോൾ അയൽവക്കത്തെ അമ്മച്ചി പരിചയമുള്ളതാണ്, അടുത്തു വന്ന് ചിരിച്ചു കാണിച്ചു. കുഞ്ഞ് ചിരിച്ചെന്ന് വരും. കാര്യം അതിന് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാവ കൊടുത്തു, രുചിയുള്ള ആഹാരം കൊടുത്തു, ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം കൊടുത്തു. ഇതെല്ലാം കൊണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ ആ കുഞ്ഞിനെ നിർത്താനൊക്കത്തില്ല. ഇത് തീർന്നു കഴിയുമ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ തുടങ്ങും. അത് ആരാണ്ട് തേടുകയാ. ആ മുറി തപ്പി, ഈ മുറി തപ്പി, ബാത്റൂമിൽ തപ്പി. എന്താ കുഞ്ഞെ തപ്പുന്നത്? അമ്മേ വേണം. നിനക്ക് ബാക്കി സകലതുമില്ലേ, പിന്നെ എന്തിനാ ഈ അമ്മേ? എനിക്കറിയാൻ വയ്യ, എന്റെ അകത്ത് അമ്മയെ കാണാതെ പറ്റത്തില്ല. എന്റെ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ അകത്ത് ഏതാണ്ട് ഒരാകാംക്ഷയുണ്ട്. ഏത് മനുഷ്യന്റെയും ഉള്ളിൽ ഒരു ആകാംക്ഷയുണ്ട്. ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കൊന്ന് പോകണം, ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കണം, ദൈവവചനം എനിക്കൊന്ന് കേൾക്കണം. നമ്മുടെ അകത്തിന്റെ അകത്ത് ഏതാണ്ട് ഒരു ആകാംക്ഷ. ആ ആകാംക്ഷയെ പിശാച് വശീകരിച്ച് വഞ്ചിച്ചുകൊണ്ട് ദൈവത്തെങ്കിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെത്താൻ ഒരുക്കുന്ന മണവാട്ടിക്കായി എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ കർത്താവ് ഇന്ന് നമുക്ക് കൃപ തരട്ടെ. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതോട്ട് വായിച്ചോ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഞാൻ 2 കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഇവിടെ എടുത്തോർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. മുമ്പേ നമ്മൾ വായിച്ചു, സ്വർഗത്തിൽ മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ഒരു മഹാഘോഷം കേട്ടു. സ്വർഗത്തിലെ ശബ്ദങ്ങളെല്ലാം തന്നെ നാം വിചാരിക്കുന്നതിനേക്കാൾ വലുതാ. ഇവിടെയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വയ്യാത്ത ശബ്ദം, തകർത്ത ഇടിമുഴക്കം, അതുണ്ടാക്കാൻ ആരെ കൊണ്ട് കഴിയും? എത്ര കോടി വാട്ട്സ് ഒരുമിച്ച് ചേർത്താൽ അത് സാധിക്കും? എന്ന വലിപ്പമുള്ള വൈബ്രേഷനുള്ള, എന്ന തിക്കായ ഒരു ഡയഫ്രം കൊണ്ട് ആ ശബ്ദം ഉണ്ടാക്കുവാൻ കഴിയും. മനുഷ്യനെ കൊണ്ട് അസാധ്യമായ അതിഭയങ്കരമായ ഒന്ന്, തകർത്ത ഇടിമുഴക്കം
ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. സ്വർഗത്തിൽ ശാന്തമായ ശബ്ദം കേട്ടിട്ടില്ല. ഒരമണിക്കൂർ നിശബ്ദതയുണ്ടായി, പക്ഷെ ഒരു ശാന്തമായ ശബ്ദം സ്വർഗത്തിൽ കേട്ടിട്ടില്ല. അവിടുത്തെ ശബ്ദം ഒന്ന് തകർത്ത ഇടിമുഴക്കം, രണ്ട് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ തുടങ്ങിയാൽ അടുത്ത കാലത്തേക്ക് നിൽക്കത്തില്ല. ഒരു സ്വത്രം പറഞ്ഞാൽ അണയ്ക്കത്തില്ല. അവിടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അത് തുടരുകയാ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്ന് പറയുമ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം മുതൽ ഓർക്കുവാൻ കഴിയുന്ന പഴക്കമുള്ളതായ ഒരു പെരുവെള്ളത്തിന്റെ ഒഴുക്കോർത്തു. എത്ര ആയിരം വർഷങ്ങളായി, ഒരന്തവുമില്ല. ഈ വെള്ളമെല്ലാം എവിടുന്ന് വരുന്നു? ഈ ശബ്ദം തുടങ്ങിയിട്ട് എത്ര നാളായി? സ്വർഗത്തിലെ ഹല്ലേലൂയായുടെ ശബ്ദം തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ മുഴങ്ങുന്ന ശബ്ദം എത്ര നാൾ നിലനിൽക്കുമെന്നറിയാമോ? ഗാഡ് എത്ര നാൾ നിലനിൽക്കുമെന്നറിയാമോ? അത് അങ്ങ് തുടരുകയാ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മൂന്ന് മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ. എല്ലാവരും കൂടെ ഒരുമിച്ച് റിതത്തിൽ പറയുന്നതല്ല. ഒരുത്തന്റെ വായിൽ നിന്ന് ഹല്ലേലൂയ വരുമ്പോൾ വേറൊരാളുടെ വായിൽ നിന്ന് സ്തോത്രമായിരിക്കും. പൊതുജനത്തിന്റെ ഇരച്ചിൽ ഒരുമിച്ച് ഇരച്ചാൽ അതിനകത്ത് ശബ്ദങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യുന്നില്ല. അതിനകത്ത് ശബ്ദങ്ങൾ ഓർഗനൈസ്ഡ് അല്ല. അതിനകത്ത് ഒരു ഹല്ലേലൂയ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയുകയല്ല, ഇവിടെ ഇങ്ങോട്ട് പാടുമ്പോൾ അങ്ങോട്ട് പാടിക്കേൽപ്പിക്കുകയല്ല. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്താണ്? ഓരോരുത്തരും സങ്കീർത്തനം, ഓരോരുത്തരും ഉപദേശം, ഓരോരുത്തരും അന്യഭാഷ, ഓരോരുത്തരും വ്യാഖ്യാനം ആത്മാവ് വീതിച്ചു കൊടുക്കുന്നത് പോലെ വലിയൊരു ശബ്ദകോലാഹലത്തോടെ അവിടെ കേട്ട പ്രധാന ശബ്ദത്തിന്റെ പ്രാധാന്യത ഒന്നിതായിരുന്നു. അത് ദൂതന്മാർ മുഴക്കുന്നതാണ്. കുഞ്ഞാട് രാജത്വമേറ്റിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടായി ഏലി ഏലി ലമ്മാ ശബദ്ദാനി എന്ന് മൃദുസ്വരത്തിൽ കാൽവരിയിൽ വിളിച്ചു പറഞ്ഞവൻ ഇന്ന് അവനെ രാജാവാക്കുമ്പോൾ അന്നത്തെ മുൾക്കിരീടം മാറി തന്റെ കയ്യിൽ പൊൻകിരീടം വരികയാണ്. പണ്ടൊരിക്കൽ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ ഒരു നായിങ്കമ്പ് കൊടുത്തെങ്കിൽ ഇന്ന് നീതിയുടെ ചെങ്കോൾ തന്റെ കയ്യിൽ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന നിപ്പിൽ ദൂതസംഘങ്ങൾ ഒരു വിളി വിളിക്കുകയാണ്. കുഞ്ഞാട് രാജത്വമേറ്റു. ഹല്ലേലൂയ. ആ രാജത്വമേറ്റ കുഞ്ഞാട് തൃക്കരങ്ങൾ കൊണ്ട് ദൈവജനത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു പറയും, ഈ ദിവസത്തേക്കാണ് ഞാൻ നിങ്ങളെ വീണ്ടെടുത്തത്. വരൂ, എന്റെ വിവാഹം നടക്കയാ, നിങ്ങൾ എന്റെ മണവാട്ടിയാ. പ്രൈസ് ദി ലോർഡ്. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. അവൾക്ക് സ്വർഗത്തിന്റെ ഒന്നാം പ്രത്യേകത ശബ്ദം, രണ്ടാം പ്രത്യേകത ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു. ഈ ശുഭ്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? വൈറ്റ്, സ്നോ വൈറ്റ്, വെള്ള. ആ സ്വർഗത്തിന്റെ ഏതൊക്കെ ദർശനം കണ്ടാലും അവിടുത്തെ രണ്ട് കാഴ്ചയായത്. ഇഷ്ടപ്പെടുന്നവർക്കായി സ്തോത്രം, ഇഷ്ടപ്പെടാത്തവരെന്തേലും ചെയ്യട്ടെ. അവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം പറയുന്നില്ല, അവരെന്തേലും ചെയ്തോട്ടെ. സ്വർഗത്തിന്റെ ദൃശ്യത്തിൽ രണ്ട് പ്രത്യേകതകൾ തിരുവചനം ഉടനീളം നോക്കിയാൽ വലിയ ശബ്ദമുണ്ട്, തകർക്കുന്ന ഇടിമുഴക്കം പോലെ. തന്റെ കാന്തയ്ക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ നൽകി. അതെന്താ വിശേഷ വസ്ത്രം? ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി, ലോകത്തിന്റെ നീതി പ്രവൃത്തി അല്ല, വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി. ലോകത്തിന്റെ നീതിയിൽ നിന്നും വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി പ്രത്യേകതയാണ്, വ്യത്യസ്തമാണ്. അമേരിക്കയിൽ കാർ ഓടിക്കുന്ന ഒരാൾക്ക് റൈറ്റ് സൈഡിലൂടെ കാർ ഓടിക്കുന്നത് അവിടുത്തെ നീതിയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ കാർ ഓടിക്കുന്നത് ഇന്ത്യയിലെ നീതിയാണ്. ഓരോ രാജ്യത്തിന് അവരവരുടെ നിയമങ്ങളുണ്ട്, ഓരോ രാജ്യത്തിന് അവരവരുടെ വ്യവസ്ഥകളുണ്ട്. സ്വർഗത്തിൽ ഒരു നീതിയുണ്ട്, വിശുദ്ധന്മാർക്ക് ഒരു നീതിയുണ്ട്. അത് തിരുവചനത്തിന്റെ വ്യവസ്ഥയിലാണ്. വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്ന വിശേഷ വസ്ത്രം തിരുവചനത്തിന് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പാലിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പുസ്തകത്തിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് അന്നത്തെ കാലത്തേക്ക് എഴുതിയതാ. ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലെന്ന് പറയുന്നവരെ വിട 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 വിട. വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്ന വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചവർക്കായി മണവാട്ടി അതുകൊണ്ട് തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഞാൻ ഒന്ന് അങ്ങ് വിടാൻ പോകാം, വിശദീകരിക്കത്തില്ല, പെശ ഉണ്ടാകാതിരിക്കാനാ വിശദീകരിക്കാത്തത്. പക്ഷെ നമ്മളിലെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും സ്വയം വായിക്കാനും ചിന്തിക്കാനും കഴിയുന്നവരാണ്. ഞാൻ മറ്റൊരു മണവാട്ടിയെ കൂടെ തൊടാം. അത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. വേണ്ടാന്നും വേണമെന്നും രണ്ട് ഓർമ്മയുണ്ട്, അതുകൊണ്ട് അങ്ങ് വായിച്ചു വിട്ടേക്കാം. വിശുദ്ധന്മാർ, യേശുവിന്റെ മണവാട്ടി ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിക്കുമ്പോൾ അന്തിക്രിസ്തുവിന് ഒരു മണവാട്ടിയുണ്ട്. അവൾ ഈ ഭൂമിയിലാണ്, മരുഭൂമിയിലാണ് അവൾ. അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയുടെ വേഷം കാണാം. വായിച്ചാട്ടെ 17:4. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും. ആ സ്ത്രീ ആരാ? അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയായ മഹാവേശ്യ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും
കടും ചുവപ്പ് നിറവും ചുവപ്പുമായ ഉള്ള വസ്ത്രം ധരിച്ച് നീതിയുടെ വസ്ത്രം സ്വർഗത്തിലും അനീതിയുടെ വസ്ത്രം ഭൂമിയിലും. താവട്ടെ. പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി. പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി. വായിച്ചു. തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. കയ്യിലൊരു സ്വർണ്ണ പാനപാത്രമുണ്ട്. അതിനകത്ത് നിറഞ്ഞിരിക്കുന്നത് വേശ്യാവൃത്തിയുടെ അശുദ്ധിയ. ഞാൻ ആ പദമൊന്ന് തൊട്ടങ്ങോട്ട് വിടാൻ പോകുകയാണ്. ഈ ഭൂമണ്ഡലത്തിൽ മുതൽ നിത്യത വരെ ഈ പദം ഓർക്കുന്നവർക്കായി സ്തോത്രം. വേശ്യാവൃത്തി എന്നവിടെ പറയുന്നത് സ്വന്തം ഭാര്യയേക്കാൾ കവിഞ്ഞ് മറ്റൊരു വ്യക്തിയിൽ, മറ്റൊരു സ്ത്രീയിൽ ഒരു പുരുഷനുണ്ടാകുന്ന പ്രീതിയും, സ്വന്തം ഭർത്താവിനേക്കാൾ ഉപരി മറ്റൊരു പുരുഷനിൽ ഒരു സ്ത്രീക്കുണ്ടാകുന്ന പ്രീതിയുമാണ് വേശ്യാവൃത്തി എന്നതിൻ്റെ ബേസിക് അടിസ്ഥാനം. ഈ ഭൂമിയിലും നിത്യതയിലും ദൈവം എന്നെ ഏൽപ്പിച്ചു തന്ന തിരുവചനത്തിന്റെ വ്യവസ്ഥകൾക്ക് വെളിയിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്ന ചിലതിനെ ആകർഷിക്കുവാൻ തോന്നിക്കുന്ന ആ പൈശാചിക ചിന്തകളെ ഉൾക്കൊള്ളുന്ന വ്യക്തിയെയാണ്, ആ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. അനേകം മ്ലേച്ഛതകൾ ഒരുമിച്ച് നിറഞ്ഞൊരു സ്വർണ്ണപ്പാനപാത്രം ആ വേശ്യയുടെ കയ്യിലുണ്ട്. ആ മഹാവേശ്യയെ ദൈവം ന്യായം വിധിക്കും. അവളെ നമുക്ക് യേശുവിന്റെ സഭയെ കുറിച്ച് ചിന്തിക്കുവാനായി സമയമെടുക്കാം. അവൾ തന്റെ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ തന്റെ യേശുവിന്റെ വിവാഹം നടന്നു. നീണ്ട വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായി, ആ വിലയേറിയ നിക്ഷേപം മൺകൂടാരങ്ങളിൽ പകരപ്പെട്ടവരായി ഈ മണ്ണിൽ ജീവിക്കുന്ന ദൈവ പൈതലെ, നിങ്ങളെ കന്യകത്വത്തിന് വേണ്ടി യേശു വേർതിരിച്ചതാകയാൽ, ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ വേർതിരിച്ചതാകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഞാൻ 2 ഉദാഹരണങ്ങൾ കൊണ്ട് ആ പദം ഒന്ന് എളുപ്പം വ്യക്തമാക്കട്ടെ. എന്തൊക്കെയായി ഈ വാക്കുകളുടെ അർത്ഥം? എന്തൊക്കെയായി ഉദാഹരണം? വീണ്ടെടുപ്പിന്റെ അച്ചാരം. ഓക്കെ, എളുപ്പം മനസ്സിലാകാനുള്ളത്, ഈ ലാൻഡ് നമ്മൾ വാങ്ങിക്കുന്ന സമയം ഒരു ബോർഡ് എഴുതി നമ്മൾ ഇവിടെ വെച്ചിരുന്നു. ഈ ലാൻഡ് വാങ്ങിക്കുന്നതിന് മുമ്പേ പ്രപ്പോസ്ഡ് സൈറ്റ് ഫോർ ബെഥേൽ എജി ചർച്ച്, പ്രപ്പോസ്ഡ് സൈറ്റ് ഫോർ ബെഥേൽ എജി ചർച്ച് ഒരു ബോർഡ് എഴുതി ഇവിടോട്ട് നാട്ടി. ബെഥേൽ ചർച്ച് ഇത് വാങ്ങിച്ച നല്ലതിൻ്റെ അർത്ഥം ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന്. വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മളെ അകത്ത് പകർന്നത് പിശാച് കാണാൻ ഒരു ബോർഡാ ഈ വ്യക്തിയെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അന്യഭാഷ സംസാരിച്ചതുകൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയായില്ല, തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് എ ബോർഡ്. 2, വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ തമ്മിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ, എന്നെപ്പോലുള്ള ഞങ്ങളുടെ ടൈപ്പ് ബന്ധുക്കോസുകാർ ചെയ്യത്തില്ല, വേറെ ചിലർ ചെയ്യാറുണ്ട്, കയ്യിൽ ഒരു മോതിരമിടും. എൻഗേജ്മെന്റിന്റെ സൈന. പിന്നെ കാണുന്നവൻ അറിഞ്ഞോണം ഈ പെൺകുട്ടിയെ, ഈ പുരുഷനെ മറ്റൊരാളുമായി വിവാഹം നിശ്ചയം ചെയ്തതാ. എന്തുകൊണ്ടാണ് എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതെന്ന് അറിയാമോ? മോതിരമില്ലാത്തതുകൊണ്ട് ആരും എൻ്റെ അടുക്ക കളിക്കാൻ വരികയില്ലായിരുന്നു. എൻ്റെ ജീവിത ശൈലി അതായിരുന്നേ കൊണ്ട് എനിക്ക് മറ്റേതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ അങ്ങനെ അങ്ങ് മാറാം. എൻ്റെ ജീവിത ശൈലി ഏതായിരുന്നത് കൊണ്ട്. ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഞാൻ 75 അമേരിക്കയ്ക്ക് പോകുമ്പോൾ, അങ്ങനെ 30 വയസ്സിന് താഴെ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, വിവാഹിതനൊക്കെ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞ ബന്ധുക്കൂസുകാർ തന്നെയാണ്, കയ്യിൽ ഒരു റിങ് ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ട പിള്ളേരെല്ലാം പുറകെ കൂടുന്നത് അമേരിക്കയുടെ കൾച്ചറാണെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ചായൻ്റെ കൾച്ചറാണ് പോയത്, അമേരിക്കൻ കൾച്ചറിന് ഒരു തകരാറുമില്ല, ഞാൻ പോയി ചിഞ്ഞു പോരും, കാര്യം എൻ്റെ കൾച്ചർ ചൊവ്വയാണ്, എനിക്കിതിൻ്റെ ആവശ്യം വരത്തില്ല, കാര്യം എൻ്റെ പുറകെ ആരും വരത്തില്ല, വരുന്നവർക്ക് പിടികിട്ടും ഇവൻ ആള് വേറെ, ഇത് ക്രിസ്ത്യാനിയാ എന്നവർക്ക് മനസ്സിലായിക്കോളും. ഞാൻ അങ്ങോട്ട് മാറട്ടെ. എന്തുവാ ഈ വാഗ്ദത്തത്തിന്റെ അച്ചാരമായ നമ്മുടെ വീണ്ടെടുപ്പിന്റെ അച്ചാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ വ്യക്തിയെ എൻ്റെ മണവാട്ടിയായി ഞാൻ വേർതിരിച്ചിരിക്കുന്നു എന്നത് ലോകത്തെ കാണിക്കാൻ, പിശാചിനെ കാണിക്കാൻ എനിക്ക് തന്നിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നിങ്ങളുടെ വിവാഹം നടക്കുന്നത് നിത്യതയിൽ വെച്ചാണ്. യേശുവുമായുള്ള ആ പിരിയാത്ത ബന്ധത്തെയാണ് ഈ വേദപുസ്തക ഭാഷയിൽ വിവാഹം എന്ന് വിളിക്കുന്നത്. ആ ബന്ധം ഉറപ്പിക്കുന്നത് അവിടെ വെച്ചായിരിക്കും. അന്ന് കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തൻ രാജ്യത്വമേറ്റു. ആ രാജാവായ ക്രിസ്തുവുമായി രാജ്ഞിയായ സഭ വിവാഹിതയായി മാറി. തുടർന്ന് യേശു തന്റെ സഭയുമായി ഈ കോസ്മോസ് നിർത്തേണ്ടതിന് വേണ്ടി പയ്യെ താഴോട്ട് ഇറങ്ങി വരികയാണ്.
ഈ കോസ്മോസ് നിർത്തുന്നതിന് മുന്നമേ ഇതിനകത്തൊന്ന് ചൊവ്വെ ഭരിക്കുകയും വേണം. ഇതിനകത്ത് ചൊവ്വെ ഭരിക്കുവാൻ ആദാമിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രണ്ടാം കോസ്മോസ് എന്ന ഗ്രീക്ക് പദമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പദത്തിനകത്തുനിന്ന് ഞാൻ താവോട്ട് ഒന്നുകൂടെ ഇറങ്ങട്ടെ. ആ പദത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ കോസ്മോസ്, ആകാശവും ഭൂമിയുമുള്ള ഈ സംവിധാന ക്രമത്തെ പാപത്തിന് അടിമപ്പെടുത്തി കളഞ്ഞ, പിശാചിനെ അടിമത്തപ്പെടുത്തി കളഞ്ഞ ആദാമ്യ വർഗത്തിന്റെ മുമ്പിൽ വെച്ച് ഇതിനകത്ത് ചൊവ്വെ ഭരിക്കുവാൻ കഴിയും, ഇതിനകത്ത് ചൊവ്വെ നീതി നിലനിർത്തുവാൻ കഴിയും എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി യേശു തന്റെ സഭയുമായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. ദയവായി ഒന്ന് വേഗത്തിൽ വായിക്കുമോ? വെളിപ്പാട് പുസ്തകം 19, 11 മുതൽ 16 വരെ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് സ്വർഗം അടഞ്ഞിരിക്കുക. അനേക പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതെ വണ്ണം സ്വർഗം അടഞ്ഞിരിക്കുക. ഇത് സ്ഥിരം പൂട്ടിയതല്ല സഹോദരന്മാരെ, ഇത് തുറക്കാൻ ഒരു സമയമുണ്ട്. ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഓർപ്പിക്കട്ടെ. തിരുവചനത്തിലെ ഏത് പ്രവചനത്തിനും അക്ഷരീക നിവൃത്തിയും ആത്മീക നിവൃത്തിയുമുണ്ട്. അതുപോലെ തന്നെ തിരുവചനത്തിലെ ഏത് പ്രവചനത്തിനും ഭാഗിക നിവർത്തീകരണങ്ങളും പൂർണ്ണ നിവർത്തീകരണങ്ങളുമുണ്ട്. ഏതൊരു പ്രവചനം എടുത്താലും ആത്മമണ്ഡലത്തിൽ ഭാഗികമായി ചില നിവർത്തീകരണങ്ങൾ കാണും, ആത്മമണ്ഡലത്തിൽ തന്നെ പൂർണ്ണമായ നിവർത്തീകരണങ്ങൾ കാണും. ഭൗതിക മണ്ഡലത്തിൽ ഭാഗികമായ നിവർത്തീകരണങ്ങൾ കാണും, ഭൗതിക മണ്ഡലത്തിൽ തന്നെ പൂർണ്ണ നിവർത്തീകരണം കാണും. ഇതിന്റെ പൂർണ്ണ നിവർത്തീകരണം സ്വർഗം തുറന്നിടുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് നാം ഭാഗികമായി അതെടുത്താൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ആരും കേട്ടില്ലെന്ന് വരും. അതൊക്കെ വനരോധനങ്ങൾ പോലെ. കാട്ടിനകത്ത് വെച്ച് ഒരുത്തൻ ഉറക്കെ കരഞ്ഞാൽ സഹായിക്കാൻ ആര് വരും? 4 കടുവകൾ എന്നെ പിടിക്കുവാൻ ഒരുമിച്ച് വട്ടത്തിൽ വന്നാൽ അയ്യോ രക്ഷിക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഏത് കടുവയ രക്ഷിക്കാൻ വരുന്നത്? അപ്രകാരമുള്ള കരച്ചിലുകളെ വനരോധനങ്ങൾ എന്ന് വിളിക്കും. ഈ ഞാനും നിങ്ങളും തേങ്ങുന്ന തേങ്ങലുകൾ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ആ മുറിവിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ, ആ കണ്ണുനീരുകൾ, നിലവിളികൾ വനരോധനങ്ങളായി മാറുമെങ്കിൽ സ്വർഗം തുറക്കുന്ന ഒരു നാളുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ! ദൈവം തന്റെ ജനത്തോട് മനസ്സലിയുമ്പോൾ, ദൈവം തന്റെ ജനത്തോട് കരുണ കാണിക്കുമ്പോൾ ഇന്ന് അടഞ്ഞിരിക്കുന്ന സ്വർഗം നാളെ തുറന്നിരിക്കുമെന്ന് അറിയുക. ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം ആരാധിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കും. സ്വർഗം തുറന്ന ഭാഗിക രംഗങ്ങളുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ തുറന്നിരിക്കുന്ന ഒരു സ്വർഗം യെശയ്യാ പ്രവാചകൻ കണ്ടു. അവിടെ ദൂതന്മാർ ആരാധിക്കുന്നത് കേട്ടു. അവരാർക്കുന്ന ആർപ്പിന്റെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും ആലയം പുക കൊണ്ട് നിറയുകയും ചെയ്യുകയാണ്. അവർ വിളിച്ചു പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗം തുറന്ന ഒരു രംഗം കണ്ടു. സ്വർഗം തുറക്കുന്ന ഒരു രംഗമാണ് ദൈവജനത്തിന്റെ ആരാധന. പ്രൈസ് ദി ലോർഡ്! ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന, ഇന്ന് പകൽ ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ആരാധനയുടെ നടുവിൽ സ്വർഗം തുറക്കട്ടെ. അത് ഭാഗികമാ. 2, സ്തെഫാനോസ് അപ്പോസ്തലനെ കല്ലെറിയുമ്പോൾ ഹല്ലേലൂയ, ജനങ്ങളെല്ലാം കല്ലെടുത്തു. വട്ടത്തിൽ കൂടി നിന്നവർ അരിശം കൊണ്ട് നിറഞ്ഞു. സ്തെഫാനോസ് കൃപ കൊണ്ട് നിറഞ്ഞു. അവൻ മുകളിലേക്ക് നോക്കി. തനിക്ക് നേരെ വരുന്ന കല്ലുകളെ നോക്കാതെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ദൃശ്യം കാണുകയാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ! ഇന്ന് പീഡ അനുഭവിക്കുന്ന ദൈവ പൈതലേ, നിലവിളികളുടെ മുമ്പിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞാൽ ഒരു കാഴ്ച കൂടെ കാണുന്നു. ദൈവപുത്രനാകുന്ന യേശു പിതാവിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാ. ഓ ഗോഡ്! ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുടയവൻ അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലകത്ത് കയറിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം ഫ്രണ്ട് റൂമിൽ ഇല്ലാഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറി ഇരുന്നാട്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇരിക്കുകയും ചെയ്തു. ആ വീട്ടുടയവൻ വന്ന ഉടനെ ഞാൻ ഒന്ന് എഴുന്നേക്കും. ഒരിക്കൽ എൻ്റെ മോൻ്റെ വീട്ടിൽ, ഇപ്പോൾ സുനിലിൻ്റെ അല്ല, എൻ്റെ ഒരു സഹോദരൻ്റെ മോൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, അവൻ എൻ്റെ മോനല്ലേ, എൻ്റെ സ്വന്തം അനിയൻ്റെ മോൻ. അവൻ ഫ്രണ്ട് റൂമിലില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് അവൻ വന്നെ ഞാൻ എഴുന്നേറ്റു. എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചിടാം. മോൻ വന്നപ്പോൾ അപ്പൻ എഴുന്നേക്കണോ, അപ്പനല്ല അപ്പൻ്റെ ചേട്ടൻ. ഞാൻ പറഞ്ഞു അതിപ്പോൾ എന്നെ ചെയ്യാൻ, അങ്ങനെ ഓർത്തോണ്ട് എഴുന്നേറ്റതല്ല, അതെൻ്റെ ഹാബിറ്റായിപ്പോയി. എൻ്റെ ഹാബിറ്റാ മാന്യത എന്നുള്ളത്. ചിലർക്ക് തിരിച്ച ഹാബിറ്റ്. എല്ലാവരെയും വളർത്തിയതുവരെ അപ്പനും അമ്മയും അല്ലല്ലേ. ചിലർക്ക് തിരിച്ച ഹാബിറ്റ്, മാന്യത ഇല്ലാത്ത ഹാബിറ്റ്. സ്തെഫാനോസേ, അങ്ങ് കയറി ചെല്ലുമ്പോൾ യേശു എഴുന്നേക്കണോ? അത് സ്വർഗത്തിന്റെ മാന്യതയാണ്.
സ്തെഫാനോസ് അങ്ങ് കയറി ചെല്ലുമ്പോൾ യേശു എഴുന്നേക്കണം. അത് ദൈവത്തിന്റെ മാന്യത. അത് ദൈവത്തിന്റെ മാന്യത. നമുക്ക് ആ മാന്യതയൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാം ഇവിടെ, അല്ലേ? ആ സ്വർഗത്തിന്റെ മാന്യത നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്യാം താഴോട്ട്. നമുക്ക് മാന്യത ഇവിടോട്ടൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച ഇടയ്ക്കൊന്ന് തുറന്നു. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലേതല്ല, സ്വർഗം തുറന്നു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിരയുടെ മുകളിൽ വെള്ളവസ്ത്രം ധരിച്ച, യോഗ്യമായ വസ്ത്രം ധരിച്ച, വാൾ അരയ്ക്ക് കെട്ടിയ, വിശദീകരണങ്ങൾ പിന്നെ വായിക്കാം, വിശേഷ വസ്ത്രം ധരിച്ച യേശു പടക്കുതിരയുടെ പുറത്ത് കയറി ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ പോകുകയാ. ആദമ്യപാപത്താൽ മലിനമായപ്പെട്ട ഈ കോസ്മോസിനെ തൽക്കാലം ശുദ്ധീകരിച്ച് ഇതിനകത്ത് സഹസ്രാബ്ദവാഴ്ച നടത്തുവാൻ 1000 വർഷം തന്റെ ഭക്തന്മാരുമായി ഇവിടെ നീതിയോടെ ഭരിക്കുവാൻ യേശു മടങ്ങി വരുവാൻ തയ്യാറാകയാ. തന്റെ രാജ്യത്വം ഏറ്റ ശേഷമേ അത് നടക്കൂ. തന്റെ കാന്തയെ വിവാഹം കഴിച്ച ശേഷമേ അത് നടക്കൂ. കാര്യം തന്നെ അപമാനിച്ച ഈ മണ്ണിൽ അപമാനിക്കപ്പെട്ട സഭയുമായി ഇവിടേക്കൊന്ന് മടങ്ങി വന്ന് അവരെ ഉപദ്രവിച്ച പിശാചിന്റെ കയ്യിലായിപ്പോയവരെ പോരാടി ജയിച്ച് ഇതിനകത്ത് നീതിയുടെ രാജ്യം 1000 വർഷം സ്ഥാപിക്കുവാൻ, മില്ലീനിയം എന്നറിയപ്പെടുന്ന യുഗത്തിൽ, സഹസ്രാബ്ദവാഴ്ച എന്നറിയപ്പെടുന്ന യുഗത്തിൽ ഈ മണ്ണിൽ വാഴുവാൻ വരുന്ന വരവാ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വായിച്ചതാവട്ടെ. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. നിൽക്കട്ടെ, അങ്ങോട്ട് വായിച്ച തീരത്തിൽ അങ്ങ് കിടക്കുക. ഈ വരുന്ന വരവിൽ എവിടെയാണ് യേശു ലാൻഡ് ചെയ്യുന്നതെന്ന് കൂടെ പറയാം. സക്കരിയാവിന്റെ പ്രവചനം 14:4 എവിടെയായിരിക്കും യേശുവിന്റെ കാലിൽ വെക്കുന്നത്? നമ്മൾ ഇന്ന് ആദ്യം പാടിയ പാട്ട് ഒലിവുമല യജമാനന്റെ പാദമേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊരു സ്റ്റാൻസ് എടുത്തു പാടി. ഞാൻ ഇന്നലെ റിക്വസ്റ്റ് ചെയ്ത് ആ പാട്ട് പാടിച്ചതാ. ഇന്നലെ റിക്വസ്റ്റ് ചെയ്തതാ ഈ ഒരൊറ്റ വാക്യത്തിന്റെ ഗൗരവം ഒന്നുകൂടെ കാണാൻ. വായിച്ചാട്ടെ, സക്കരിയാവ് 14:4. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല വായിച്ചു. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ആ മലയ്ക്ക് ഈ പാദം വഹിക്കാൻ കഴിയത്തില്ല. ഈ കാലയിലാ പണ്ട് ആണി അടിച്ചത്. ഇക്കാല പണ്ട് ക്രൂശിനോട് ചേർത്ത് അടിച്ചത്. പക്ഷേ അത് മനുഷ്യ സഹജമായ ശരീരത്തിലായിരുന്നു. ഇത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. ആ പാദം പിടിക്കുവാൻ ഒലിവുമലയ്ക്ക് കഴിവില്ല. ടക്ക് രണ്ടായി. വാക്യങ്ങൾ എടുക്കാതെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ചു പോകാം. 3ാം ലോക മഹായുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ട ഒരു സാഹചര്യമായത്. 666 എന്ന മുദ്ര ഏതു മനുഷ്യനും ഏറ്റേ മതിയാകൂ എന്ന് നിയമിക്കപ്പെട്ട നാളുകൾ. യഹൂദന് മാത്രം പിടികിട്ടി ഇത് എതിർ ക്രിസ്തുവിന്റെ, അന്തിക്രിസ്തുവിന്റെ മുദ്രയാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഏൽക്കുകയില്ല. ഞാൻ ഇന്നിത് പറയുമ്പോൾ ഇതിന് വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 666 എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ ചിപ്പ് അമേരിക്കയിലുള്ള മിക്ക മൃഗങ്ങൾക്കും, അത്രേ പറയാനൊക്കത്തുള്ളൂ, എല്ലാ മൃഗത്തിനും എന്ന് പറയാറായില്ല, മിക്ക മൃഗങ്ങൾക്കും അതിൻ്റെ ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞു. വിദേശത്തേക്ക് യുദ്ധത്തിന് വേണ്ടി അയച്ച സൈന്യങ്ങളിൽ മിക്കവർക്കും അത് കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സാമ്പ്രത 2 പേർക്ക് ഒരു SMS, ഒരു ഇമെയിൽ അയച്ചിരുന്നു. അതിനകത്ത് എഴുതിയിരുന്നത് നിങ്ങൾ ചിലർ കേട്ട് കാണും. 2013. നമ്മൾ ഓൾറെഡി ഒക്ടോബറിലായി. നവംബർ, ഡിസംബർ 2 മാസം കൂടെ ഉള്ളൂ. 3 മാസം കൂടെ ഉള്ളൂ ഈ വർഷം കഴിഞ്ഞാൽ. 2013 അമേരിക്കയിലുള്ള മുഴുവൻ ആളുകൾക്കും ആ മുദ്രയേൽക്കുവാൻ ഒബാമ തീരുമാനിച്ചു. We have come close. We have come close. നമ്മൾ വളരെ അടുത്തു.
എന്തുകൊണ്ടോ ഇന്നലെ എന്നെ അമേരിക്കയിൽ നിന്ന് വേറൊരാൾ വിളിച്ചു, പൊതുവിവരമുള്ള ഒരാളാണ്. വിളിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ ഒരു കേൾവി കേട്ടല്ലോ. എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞ തൽക്കാലം അതൊരു മെഡിക്കൽ ഫെസിലിറ്റിക്ക് വേണ്ടി എന്ന് പറയുന്നെങ്കിലും അന്തിക്രിസ്തുവിൻ്റെ വഴിയാണെന്ന് ഉറപ്പാണ്. അതിൻ്റെ ഫൈനൽ തീരുമാനം വരുന്ന മാർച്ച് മാസത്തിൽ നടക്കും. 5 മാസം ഗ്യാപ്പേ ഉള്ളൂ. വരുന്ന മാർച്ച് മാസത്തിൽ നടക്കും. ലോകത്തിലെ വേറെ ചില രാജ്യങ്ങൾ ഓൾറെഡി നിർബന്ധമാക്കി കഴിഞ്ഞു. അതിന് പേരില്ലാത്ത രാജ്യമായതുകൊണ്ട് അവരെ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ബ്രസീലിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിനിധികൾ വിസിറ്റ് ചെയ്യുകയും ബ്രസീലിയൻസ് അമേരിക്കയോട് ചേർന്ന് ഇത് ചെയ്തു കൊള്ളാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകവ്യാപകമായ ഒരു മൂവ് നടക്കാൻ പോകാം. 666 എന്ന ചിപ്പിനെ കുറിക്കുന്ന ഒരു ചിത്രം വരുന്ന ആഴ്ച കാണിക്കാമോ? വരുന്ന ആഴ്ച കാണിക്കാം. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ കാണിച്ചതാ, ഇതിങ്ങനെ അടുത്തു, അതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കാം. ഈ മുദ്ര നിർബന്ധമായി തീരും. ഈ മുദ്ര നിർബന്ധമായി തീരുന്നതിനെ തുടർന്ന് ഇതില്ലാത്തവന് വാങ്ങുവാനും വിൽക്കുവാനും കഴിയുകയില്ല എന്ന സാഹചര്യമാകും. ആ സാഹചര്യത്തിൽ മുദ്രയേൽക്കാത്തവർ മാറി ഒളിച്ചിരിക്കുകയും അവർക്ക് കിട്ടുന്ന ജീവികളെ മാത്രം പിടിച്ചു നിന്ന് ഒരൊറ്റ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാനൊക്കത്തില്ല, ഒരൊറ്റ ഇടത്തുനിന്ന് യാതൊന്നും വാങ്ങാനൊക്കത്തില്ല, വിൽക്കാനൊക്കത്തില്ല, ബിസിനസ് ചെയ്യാനൊക്കത്തില്ല, ജോലി ചെയ്യാനൊക്കത്തില്ല. എങ്ങനെ ജീവിക്കും? എലിക്കുഞ്ഞിനെ വരെ പിടിച്ചു തിന്നുമെന്ന് ചിത്രീകരിക്കുന്ന എലിയും പാറ്റായും വരെ പിടിച്ചു തിന്നുമെന്ന് ചിത്രീകരിക്കുന്ന വീഡിയോകൾ, മൂവികൾ ഒക്കെ വാണിംഗായി ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ യഹൂദൻ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരുടെ കല്ലായ ഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം അവർക്ക് കൊടുക്കും. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് തിരിച്ചു നോക്കുവാൻ, മശിഹയെ ഞങ്ങളുടെ പിതാക്കന്മാർ അറിയാതെ കൊന്നുപോയതാണല്ലോ എന്ന് പറഞ്ഞവർ വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ രക്ഷകൻ എന്ന വണ്ണം അവരുടെ വിടുതലിന് വേണ്ടി എൻ്റെ യേശു വരുന്ന വരവാണ്. പക്ഷെ അതിനോടകം യഹൂദൻ ഇരുന്ന ഇടത്തു നിന്ന് അവനത് നഷ്ടമാക്കിക്കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ടവരായി, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ സ്വയം അലക്കി വെളുപ്പിച്ചവരായി, കാന്തയായി തനി ക്രിസ്തുവിന് വേണ്ടി സ്വയം അണിഞ്ഞൊരുങ്ങിയവളായി, തന്റെ മണവാട്ടിയായ ദൈവത്തിന്റെ സഭയെ വെള്ളക്കുതിരകളുടെ പുറത്തിരുത്തി അവയുമായി എൻ്റെ യേശു മടങ്ങി വരികയാണ്. അവൻ ഒലിവുമലമേ തന്റെ പാദം ചവിട്ടും. ഒലിവുമല 2. ഒരു വലിയ വിള്ളൽ ഉളവായി വരും. ചാവുകടലിനെയും മെഡിറ്ററേനിയൻ സമുദ്രത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വലിയൊരു വാലി ഉളവായി വരും. എല്ലാ വാക്യങ്ങളും എടുത്താൽ ഒരാഴ്ച കൊണ്ട് തീരുകയില്ല. അതുകൊണ്ട് തൊട്ടുപോക സമ്മറിയിലേക്ക് കയറുവാൻ. ആ ഒലിവുമലമേൽ തന്നെ ഇറങ്ങി നിൽക്കും. അന്ന് വരുന്ന വരവിന് വരാം. വെളിപ്പാട് പുസ്തകത്തിൽ മടങ്ങി വരാം. 19:11 മുതൽ വീണ്ടും വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ പേർ വിശ്വസ്തനും സത്യവാനും. ഇന്ന് അവിശ്വസ്തനും അനീതിയുള്ളവനും അസത്യവാനുമായ പിശാചിന്റെ ഉപദേശം കേട്ടുകൊണ്ട് ലോകത്തിന്റെ ജഡമോഹങ്ങൾ കൊത്തവണ്ണം ജീവിച്ച ജനത്തിന്റെ മുമ്പിൽ വരുന്നു ഒരുവൻ വിശ്വസ്തനും നീതിമാനുമായി. അവന്റെ ന്യായവിധികൾ സത്യമുള്ള ന്യായവിധിയാണ്. വായിച്ചു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. വായിക്കണ്ട. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ മഹിമയോടെ അവൻ വാഹനമേറി വരും എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവൻ മഹിമയോടെ വാഹനമേറി വരും. കഴിഞ്ഞ പ്രാവശ്യം യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു കഴുതയുടെ പുറത്താണ് കയറിയത്. ഇപ്രാവശ്യം വരുന്നത് കഴുതപ്പുറത്തല്ല, ഇപ്രാവശ്യം കുതിരപ്പുറത്താ. കഴുതയുടെ പുറത്ത് താൻ കയറി വരുമ്പോൾ യേശുവിന്റെ രാജ്യത്വം അംഗീകരിക്കേണ്ടതിന് വേണ്ടി ശിഷ്യന്മാർ വഴിയിലൊക്കെയും അവരുടെ ഉത്തരീയങ്ങൾ വിരിച്ച്, വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടിവിരിച്ച് ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് കുരുത്തോല എടുത്ത് കുഞ്ഞുങ്ങളുള്ളവനെ ആഹ്ലാദത്തോടെ കൈക്കൊള്ളുമ്പോൾ യഹൂദന്റെ മേധാവികൾ നിന്ന് പറഞ്ഞു, ഇവർ മിണ്ടാതിരിക്കാൻ പറ. അതെന്ന് പറഞ്ഞ എന്നാന്നെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒറ്റ വാക്ക് അവിടെ കൊണ്ടങ്ങ് നിർത്തും. അത് ഒലിവുമല യെരുശലേമിന്റെ പടിഞ്ഞാറേ വശത്ത. ഇവിടെ കിഴക്ക് അതാണെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം ഈ കിഴക്കിരിക്കുന്ന ഇത് ഒലിവുമലയാന്നിരിക്കട്ടെ. ദാറ്റ്സ് റൈറ്റ്, കിഴക്ക്. ഇത് ഒലിവുമലയാന്നിരിക്കട്ടെ. ഈ ഇരിക്കുന്ന പുൾപിറ്റ് യെരുശലേമാണെന്നിരിക്കട്ടെ. യെരുശലേമിന്റെ വട്ടത്തിൽ, യെരുശലേമിന്റെ പ്രധാന നഗരിയുടെ വട്ടത്തിൽ മതിലുണ്ട്. ഈ മതിലിന്റെ കിഴക്ക് ഭാഗത്തായിട്ട്
ഒലിവുമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരൊറ്റ റോഡ് ഈ യെരൂശലേമിന്റെ നഗരത്തെയും ഒലിവുമലയെയും തമ്മിൽ ബന്ധിക്കുന്നുണ്ട്. ഈ റോഡെയാണ് യേശു ഇറങ്ങി വരുന്നത്. ഒലിവുമലയുടെ പടിഞ്ഞാറെ ചരിവിന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ കിഴക്കേ വാതിലിന് നേരെ. ഈ യെരൂശലേമിന്റെ മധ്യത്തിലുള്ള കിഴക്കോട്ടുള്ള വാതിലിൽ നിന്ന് പുറപ്പെടുന്നതായ ഈ റോഡ് ഒലിവുമല വരെയും പോകുന്നുണ്ട്. ഈ റോഡ് വന്ന് കയറുന്നത് യെരൂശലേം നഗരത്തിലേക്കാണ്. ശ്രദ്ധിക്കണേ, ഭൂമിശാസ്ത്രപരമായി അവിടുത്തെ നിർമ്മിതി ഇതാ ഞാൻ പറയാം, ഇന്നും അത് എക്സിസ്റ്റിംഗ്, ഇന്നും അതവിടെ ഉണ്ട്. ഈ ഗേറ്റിനകത്തൂടെ സാധാരണ ആരെയും അകത്തോട്ട് വിടത്തില്ല. മഹാപാപ പരിഹാര ബലിയുടെ ദിവസം ആ യാഗത്തിന് വേണ്ടി വരുന്ന മഹാപുരോഹിതന് വേണ്ടി ഈ വാതിൽ തുറന്നു കൊടുക്കും. ആ വാതിലിലൂടെയാണ് മഹാപുരോഹിതൻ ഇതിന്റെ അകത്തേക്ക് കയറുന്നത്. 2, രാജാക്കന്മാർ രാജ്യത്വം പ്രാപിച്ച് ഈ ഒലിവുമലയിൽ നിന്ന് ഇറങ്ങും. അവരിറങ്ങി യെരൂശലേമിന്റെ അകത്തേക്ക് വരുമ്പോൾ ഈ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. യേശു ഇറങ്ങി വരുന്നത് ഈ വഴിയേകൂടെയാ. കുഞ്ഞുങ്ങളിവിടെ ആർപ്പോടുകൂടെ യേശുവിനെ അംഗീകരിച്ചു തുടങ്ങി. പഴയ നിയമകാലത്ത് ഒരുവനെ രാജാവാക്കുന്നതിന്റെ പ്രമാണമാണ് ഒരു കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ അദ്ദേഹത്തെ ഇരുത്തിയ ശേഷം, അതൊക്കെ അന്നത്തെ വൻകിട വാഹനങ്ങൾ, അതിന്റെ പുറത്തൊരാളിനെ ഇരുത്തിയ ശേഷം വഴിയിൽ തുണി വിരിച്ചും കമ്പുകൾ വെട്ടി വിതറിയും ആ യാത്ര ചെയ്യുന്ന വാഹന മൃഗത്തിന്റെ കാൽ മണ്ണിൽ തൊടാതെ തന്റെ തുണിയുടെയോ ഇലകളുടെയോ മുകളിലൂടെ കൊണ്ടുവരുന്ന ഒരു വരവുണ്ട്. അതാണ് രാജാവായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ യേശു രാജാവായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും ശിഷ്യന്മാരും ചേർത്ത് ഓശാന വിളിച്ച് കൊണ്ടുവരുമ്പോൾ തന്റെ കിഴക്കേ വാതിലിന്റെ നേരെ വരികയാ. ഈ വാതിൽ തുറന്ന് അതിലൂടെ യേശുവിനെ അകത്ത് കയറ്റിയാൽ യഹൂദന്റെ രാജാവെന്ന് യഹൂദൻ അംഗീകരിച്ചതാ. ഇവിടെ വന്നപ്പോഴാണ് മഹാന്മാർ വിളിച്ചു പറഞ്ഞത്, ഈ പിള്ളേർ മിണ്ടാതിരിക്കാൻ പറയടാ, ഇത് നിനക്ക് വേണ്ടി തുറക്കാനുള്ള വാതിലല്ല. അവർ യേശുവിനെ രാജാവെന്ന സ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തോട് ചേർന്ന് യേശു പറയുന്നത്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ നിനക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ ദിവസമെങ്കിലും നീ ഇതൊന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ നിന്റെ മക്കളെ ദൈവം ശൂന്യമാക്കും, ഈ പട്ടണം പൊളിച്ചു കളയും. ഇതെല്ലാം പഴയ ചരിത്രമാ. തന്റെ യെരൂശലേമിന് നേരെ അന്നൊരിക്കൽ യേശു വന്നതൊരു കഴുതപ്പുറത്തായിരുന്നു. ഇപ്രാവശ്യം ഒലിവുമലയിൽ ലാൻഡ് ചെയ്തു. ഒലിവുമല തെക്ക് വടക്കായി കീറി. പക്ഷെ പടിഞ്ഞാറോട്ടുള്ള വഴി കിടപ്പുണ്ട്. സംതിങ് ടു ഇമ്പോർട്ടന്റ്. ഭൂമിശാസ്ത്രപരമായി പടിഞ്ഞാറോട്ടുള്ള വഴി കിടപ്പുണ്ട്. അതിലെ യേശു കയറി വരികയാ. ഈ വരുന്ന വരവിനാണ് 24-ാം സങ്കീർത്തനത്തിന്റെ ഒരു പ്രഖ്യാപനം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാ സൈന്യവീരനായ യഹോവ. അടുത്ത പദം യുദ്ധവീരനായ യഹോവ തന്നെ. വെളിപ്പാട് പുസ്തകം വിളിച്ചു പറഞ്ഞു, യുദ്ധവീരനായി വരികയാ ഒരു വെള്ളക്കുതിരയുടെ പുറത്ത്. അവിടെ വെള്ളക്കുതിര എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വെള്ള നിറമുള്ള യുദ്ധക്കുതിര എന്നാണ് എന്ന് പാസ്റ്റർ പി ഡി ജോൺസൺ എഴുതിയിട്ടുണ്ട്. അന്ന് കഴുതപ്പുറത്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇതാ വരുന്നു. ഇന്ന് രക്ഷിക്കപ്പെടാൻ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇന്ന് സ്നാനപ്പെടാൻ പറയുമ്പോൾ പിടിക്കുന്നില്ലല്ലോ. ദേ വരുന്നു, ന്യായവിധിക്ക് വേണ്ടി തൻ ഇറങ്ങി വരികയാ. തൻ മഹിമയോടെ വാഹനമേറി എഴുന്നള്ളുകയാ. വായിക്കണ്ട, അപ്പോസ്തലപ്രവൃത്തി 17:31 പറഞ്ഞു, അവന്റെ ന്യായവിധികൾ സത്യമുള്ള ന്യായവിധികളാ. സങ്കീർത്തനങ്ങൾ 9:8 അനേക വാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 9:8 ഒന്ന് വായിച്ച്. സങ്കീർത്തനങ്ങൾ 9:8. അവൻ ലോകത്തെ നീതിയോട് വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. ഈ വരുന്ന വരവ് ലോകത്തെ വിധിക്കാൻ, യെരൂശലേമിനെ വിധിക്കാനല്ല, ലോകത്തെ വിധിക്കാൻ, ജാതികളെ വിധിക്കുവാൻ വരുന്ന വരവാ. 96-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിലും വായിക്കണ്ട, 98-ന്റെ 9-ാം വാക്യത്തിലും എല്ലാം ഇതുണ്ട്. വെളിപ്പാട് 19-2 നമുക്കൊന്ന് വായിക്കാം. സത്യവും നീതിയും അവൻ സ്ഥാപിച്ച് ന്യായം വിധിക്കും. വെളിപ്പാട് 19-2. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. ഇന്ന് ആഡംബരത്തോടെ നടക്കുന്ന പലതിനെയും
ഇന്നാഡംബര ബോധം വെച്ച് പുലർത്തുന്ന പലതിനെയും ന്യായം വിധിക്കുവാൻ വെള്ളക്കുതിരയുടെ പുറത്തൊരു വരവുണ്ട്. അന്ന് തന്നെ അനുഗമിക്കുന്ന ശുഭ്രവസ്ത്രം ധരിച്ച ഒരു കൂട്ടം തൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കും, നാം ലോകത്തെ ന്യായം വിധിക്കും. റോമരിലൻ 2:4-5-6 വാക്യങ്ങൾ വായിച്ചേ മതിയാകും. റോമാലേഖനം 2-ാം അധ്യായം 4-5-6. ഞാൻ എളുപ്പം മാറാൻ പോവാം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവ പൈതലേ, നമ്മുടെ അകത്തോട്ട് കയറേണ്ട ഒരു വാക്യമാണ്. ഞാനിവിടെ മടങ്ങി വരാം, അത്ര ശരിയാവും. മടങ്ങി വരാം. വെളിപ്പാട് 11 വന്നാട്ട്, 19:11 മുതലുള്ള വാക്യങ്ങൾ വന്നാട്ട് ഞാനിവിടെ മടങ്ങി വരാം. 19 അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. പോരാട്ടവും യുദ്ധവും ഞാൻ തൊട്ടു വായിച്ചു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവന്റെ കണ്ണ് അഗ്നിജ്വാല. തന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന അർത്ഥം. അത് വായിച്ചു. തലയിൽ അനേകം രാജമുടികൾ. തലയിൽ അനേക രാജമുടികൾ. തലയിൽ അനേകം രാജമുടികൾ. ഒരു രാജാവ് സാധാരണ ഒരു കിരീടമേ ധരിക്കാറുള്ളൂ. ഈ യേശുവിന്റെ തലയിൽ മടങ്ങി വരുന്ന വരവിന് അനേകം രാജമുടികൾ. വാക്യം വായിക്കുന്നില്ല. സഖരിയാവിന്റെ പ്രവചനത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 26-27 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് കുറെ കാലത്തേക്ക്, അത് ഞാൻ ചേർത്ത കുറെ കാലത്തേക്ക് ഇല്ലാതെ ഇരിക്കും. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഇന്ത്യ 1000-ലധികം കൊച്ചു നാട്ടുരാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടിരുന്നു. അവരിൽ എല്ലാവരും കിരീടം വെച്ചിരുന്നു. കേരളത്തിൽ ഹരിപ്പാടും ചേപ്പാടും വെവ്വേറെ രാജാക്കന്മാരുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിനെ മൊത്തം ഭരിച്ച മഹാരാജാവുണ്ട്. അതിന്റെ കീഴിൽ ചെറുകിട രാജാക്കന്മാർ. എല്ലാത്തിൻ്റെയും തലയിലുണ്ടായിരുന്നു ഓരോ കിരീടം. ലക്ഷോപലക്ഷം കിരീടങ്ങൾ ഉണ്ടായിരുന്ന ഈ മണ്ണിൽ എവിടെ കിരീടം? പി.വി. ആശാരി വിദേശി ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് താൻ പാട്ടിലൂടെ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, എവിടെ കിരീടങ്ങൾ? അരജവാഴ്ചകൾ മാറിയത് എന്ത്? ഇനി കാലമേറെ ചെല്ലാനില്ല, നാളുകൾ അടുത്തു. രാജവാഴ്ചയ്ക്ക് അന്തം കുറിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ ഇന്ന് കുറെ കിരീടങ്ങളുള്ളതിനെതിരെ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറക്കരുത്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. എത്ര നാളത്തേക്ക്? അതിനവകാശമുള്ള ഒരുത്തനുണ്ട്, അവൻ വരുവോളം. അവന്റെ അവകാശം ലോകത്തിന്റെ അറ്റം മുതൽ അറ്റം വരെയാ. കാര്യം താൻ ഇതിന്റെ ഉടമസ്ഥനും സൃഷ്ടാവുമാ. അവൻ മടങ്ങി വരുമ്പോൾ ഈ മഹാരാജാക്കന്മാർ, ചെറു രാജാക്കന്മാർ, ചെറുകിട രാജാക്കന്മാർ എല്ലാവരും ധരിച്ചിരുന്ന സിംഹാസനം അവന്റെ വകയായിരിക്കും. കിരീടങ്ങൾ അവന്റെ വകയായിരിക്കും. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. എന്നാൽ അവകാശമുള്ളവൻ വരുന്നു. രാജാധിരാജാവും ദൈവാധിദൈവവും എന്ന പേരുള്ളവൻ, രാജാക്കന്മാരുടെ രാജാവായി അനേക കിരീടങ്ങൾ ധരിച്ചവനായി, മകുടങ്ങൾ ധരിച്ചവനായി എന്റെ യേശു എഴുന്നേറ്റ് വരും. അടുത്ത വായിച്ചാട്ട് അവനൊരു നാമമുണ്ട്. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വായിക്കണ്ട, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിലെ വചനമായവൻ, തന്നാൽ സകലതും സൃഷ്ടിച്ചവൻ, സകല സൃഷ്ടികളുടെയും ഉടമസ്ഥനായവൻ, സകലത്തിന്റെയും ഉത്ഭവ കേന്ദ്രമായവൻ, ഉളവായി വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ ആ വാക്ക്, ആ വചനമെന്നാണ് അവന്റെ പേര്. അവനല്ലാതെ ആർക്കും അറിയാൻ വയ്യാത്തൊരു നാമം. ഇവിടെ വേറൊരു കാര്യം ഓർമ്മയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിൽ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ജയിക്കുന്നവന്
ഞാൻ വെള്ള ഉടുപ്പും ഉടുപ്പിന്റെ മേൽ പതിക്കുവാൻ ഒരു കല്ലും കൊടുക്കും. ആ കല്ലിന്മേൽ ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയാൻ വയ്യാത്ത ഒരു നാമമുണ്ടായിരിക്കും. നിങ്ങൾ ആരെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഞാൻ ക്രിസ്തുവിൽ ആരെന്ന് എനിക്കേ അറിയത്തുള്ളൂ. എന്നെ കണ്ടവന് മനസ്സിലാകത്തില്ല, നിരൂപകന്മാർ ഗ്രഹിക്കയില്ല. എന്നാൽ എനിക്കറിയാം ഞാൻ ഒരു ദൈവ പൈതലാ. എനിക്കറിയാം ചിലർക്കറിയാം അവരൊരു പ്രവാചകനാ, ഒരു പ്രവാചകിയാ. ചിലർക്കറിയാം ഒരു വിടുതലിന്റെ ശുശ്രൂഷകനാ. ചിലർക്കറിയാം ഇന്ന ഏരിയയുടെ അധിപതിയാ ഞാന്. ചിലർക്കറിയാം ഇന്ന കാര്യത്തിന് ഇന്ന രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാ ഞാന്. ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയാത്ത ഒരു നാമമുണ്ട്, എൻ്റെ യേശുവിനുമുണ്ട്. തനിക്കല്ലാതെ മറ്റാർക്കും അറിയാൻ വയ്യാത്ത ഒരു നാമം എന്ന് പറഞ്ഞാൽ സഭയെ തനിക്ക് അനുരൂപയാക്കി മാറ്റുന്നത് കൊണ്ട്, തനിക്ക് അനുരൂപയായി നാം മാറുന്നത് കൊണ്ട്, നമുക്ക് ലഭിക്കേണ്ട വിശേഷങ്ങൾ തന്നിൽ നേരത്തെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. തനിക്കൊരു നാമമുണ്ട്. താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം രക്തം പുരണ്ട വസ്ത്രമാണ്. പണ്ട് ന്യായവിധിക്ക് വേണ്ടി ഹേരോദാവിൻ്റെ അടുക്കൽ ചെന്നപ്പോഴേ സ്വന്തം വസ്ത്രം പറിച്ചു മാറ്റി ചുവപ്പ് നിറമുള്ള ഒരു മേലങ്കി ധരിപ്പിച്ച് തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടവും വെച്ച് കയ്യിലൊരു നായിങ്കോലും കൊടുത്ത് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ? വരുന്നു രക്തം ധരിച്ച ഉടുപ്പരണ്ട ഉടുപ്പുമായി. രാജാക്കന്മാരെ ചവിട്ടിയ അവന്റെ കിരീടമാ തലയിലിരിക്കുന്നു. അവന്റെ കിരീടമാ തലയിലിരിക്കുന്നു. രാജാക്കന്മാരെ ചവിട്ടി മെതിച്ച, ദൈവക്രോധത്തിന്റെ ചക്ക് ചവിട്ടിയ, രക്തം തെറിച്ച ഒരു ഉടുപ്പുമായി അവൻ വരികയാ. ഇന്ന് സ്നേഹസമ്പൂർണനാ, ഇന്ന് കൃപായുഗമാ, ഇന്ന് സ്നേഹത്തോടെ കാണുകയാ. ഇതങ്ങ് കഴിയും, നാളെ ന്യായവിധിക്ക് വേണ്ടി ഇറങ്ങി വരികയാ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു രാജ്യത്ത് ഒരു വ്യക്തിയെ കൊലക്കുറ്റത്തിന് വിധിച്ച് ജയിലിൽ അടച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ചേർന്ന് പ്രസിഡന്റിനോ ആർക്കോ ഒരു മേഴ്സി പെറ്റീഷൻ അയച്ചു. മേ ബി ടു ദ ഗവർണർ. ഞാൻ കേട്ട കഥ അങ്ങനെ. സ്റ്റേറ്റിന്റെ ഗവർണർക്ക് ഒരു മേഴ്സി പെറ്റീഷൻ അയച്ചു. ഇയാൾ ക്രൂരനായിരുന്നില്ല, ഒരു സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, കൊന്നതാ. അതുകൊണ്ട് കൊലക്കുറ്റത്തിന് വിധിച്ചു. പക്ഷെ പണ്ട് അവൻ മാന്യനായിരുന്നു. ഇപ്പോൾ താൻ തികച്ചും മാനസാന്തരപ്പെട്ടു. ഇപ്പൊ താൻ തികച്ചും ദൈവഭയത്തിൽ ജീവിക്കുക. അതുകൊണ്ട് ദയവായി ഈ കുലക്കുറ്റം ഇളച്ചു കൊടുക്കണം. ആ സ്റ്റേറ്റിന്റെ ഗവർണർ ഇതൊന്ന് ശോധന ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ഉപദേശിയുടെ ഡ്രസ്സ് എടുത്തിട്ടു, തോളത്തൊരു ബാഗ് തൂക്കി, കുറച്ച് ട്രാക്റ്റ് വാരി അതിനകത്തിട്ടെന്നിരിക്കട്ടെ, അതുമായിട്ട് ജയിൽ സന്ദർശിച്ചു. ജയിലർക്ക് തൻ്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഞാൻ ഗവർണറാന്ന് കാണിച്ചു. ആരും അറിയരുതെന്ന് പറഞ്ഞു. അങ്ങനെ സുവിശേഷകന്റെ കപ്പാസിറ്റിയിൽ ജയിലറ തുറന്നു. ജയിലറയുടെ മുമ്പിൽ ഉപദേശിച്ചു നിന്നു. പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം കൊലയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ അടുക്കൽ വന്ന്, യേശു നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ശക്തനാണ്, യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, പോടൂ, തൻ്റെ ഗുണദോഷം പറയാൻ ഇവിടെ വരാതെ വേറെ പണി നോക്കടൂ എന്ന് പറഞ്ഞ് അവൻ്റെ ക്രൂര സ്വഭാവം വെളിപ്പെടുത്തി. അടുത്ത ദിവസം മേഴ്സി പെറ്റീഷനെ ബേസ് ചെയ്തുകൊണ്ട് അവനെ രണ്ടാമത്തെ പ്രാവശ്യം തൻ്റെ ട്രയലിന് വേണ്ടി ഇതേ ഗവർണറുടെ മുമ്പിൽ വിളിച്ചു. ഗവർണറുടെ യൂണിഫോമിൽ ഗവർണറുടെ ഓഫീസിലിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടതാണ്, ശുദ്ധജീവിതം ഉണ്ട് എന്ന് പറയുന്ന ഈ അശുദ്ധനെ അവിടേക്ക് കൊണ്ടുവന്നു. ഗവർണർ അവനോട് ചോദിച്ചു, എങ്ങനെയൊക്കെ ഉണ്ടോ? അയ്യോ, ഭയങ്കര ദൈവഭയത്തിലാ. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം നിന്റെ ജയിൽ അറ സന്ദർശിച്ച വ്യക്തി ഞാൻ തന്നെയാണ്. ഈ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ വന്നതാ. അയ്യോ സാറേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഇല്ല, ഇന്നലെ ഞാൻ വന്നത് രക്ഷിക്കുന്നവനായ, ഇന്ന് ന്യായാധിപനായിട്ടാ. ഈ പകൽ യേശുവിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ന്യായാധിപതിയായിട്ടല്ല, ദിവസങ്ങൾക്കകം മാസങ്ങൾക്കകം മറ്റേത് സംഭവിക്കും. താൻ ഇറങ്ങി വരും. ഇന്ന് രക്ഷകനായി അവസരങ്ങൾ നീട്ടി എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്ന് നിൽക്കുക. ഈ ഞായറാഴ്ചയെക്കുറിച്ച് ദൈവാത്മാവ് എനിക്കൊരു കാഴ്ചപ്പാട് തന്നിരുന്നു. ഒരനുതാപത്തിൻ്റെയും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ റീകമ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഞായറാഴ്ചയായിരിക്കണം. ഏത് സബ്ജക്റ്റ് അതിനോട് ചേർത്ത് എടുക്കണമെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. ഞാൻ ഇനി ബാക്കി ഒരുപാട് വാക്യങ്ങളോടൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. നോ, കാൺ ഗോ ദെയർ. വേറൊരു ഞായറാഴ്ച കർത്താവ് നമുക്ക് തന്നാൽ അന്ന് നോക്കാം. ഈ ഞായറാഴ്ചകൾ മാറ്റി വെക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ മാറ്റി വെക്കാതെ തന്നെ ചെയ്യാൻ ക്ലോക്ക് അങ്ങ് പോവുക. ഡി എൽ മൂടി
തൻ്റെ ശുശ്രൂഷയുടെ ആരംഭവേളയിൽ തനിക്ക് ചിക്കാഗോയിൽ സാമാന്യം വലിപ്പമുണ്ടായിരുന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ അളവ് ഞാൻ കേട്ടിട്ട് ഇത്രയില്ല, പക്ഷെ സാമാന്യം വലിപ്പം ഉണ്ടായിരുന്ന 1000-ലധികം പേര് കൂടുന്ന ഇരിക്കാവുന്ന ഒരു ചർച്ച് തനിക്കുണ്ടായിരുന്നു. നിശ്ചയമായിട്ട് ഇതിൻ്റെ പകുതിയാണ്. അക്കാലത്ത് ചിക്കാഗോയിലുള്ള വലിയ സഭകളിൽ ഒന്നാണ്. DL മൂഡി ഒരു ഞായറാഴ്ച പാക്റ്റായിട്ട് അതിനകത്ത് വന്നിരുന്ന ആളുകളോട് സുവിശേഷം പറഞ്ഞു. യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചും രക്ഷണ്യദാനത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞു. പാപം ശിക്ഷിക്കപ്പെടും എന്ന് തീർത്തു പറഞ്ഞു. ജനത്തിൻ്റെ ഇടയിൽ ഒരു പരിശുദ്ധാത്മ മൂവ് ഉണ്ടായി. ഇമോഷണലി അവരിൽ പലരും കരയാൻ തുടങ്ങി. മൂടിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇപ്പോൾ ഒരു ഓൾട്ടർ കോൾ കൊടുത്താൽ ഒരുപാട് പേര് മാനസാന്തരപ്പെടും. മൂടി പെട്ടെന്ന് രണ്ടാമതൊരു ഭാഗം ചിന്തിച്ചു. ഈ ഓൾട്ടർ കോളിൽ വരുന്നവരെല്ലാവരും സത്യത്തിൽ മാനസാന്തരപ്പെട്ടതാകണമെന്നില്ല. ഈ കൂട്ടക്കരച്ചിലും ബഹളവും ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഇമോഷണൽ മൂവിൽ കുറെ പേരോട് അങ്ങ് കമിക്കുകയും അത് ദൈവത്തിനൊരു മോക്കറിയാകും, നാണക്കേടാകും. കാര്യം യഥാർത്ഥത്തിൽ നന്നായവനല്ല, അവൻ ദൈവത്തിൻ്റെ നാമം കൂടെ അപമാനിക്കും. അത് വരാതിരിക്കുവാൻ ഈ ഇമോഷണൽ മൂവിൽ വേണ്ട, വേറൊരവസരമാകട്ടെ എന്ന് അദ്ദേഹം കരുതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് എൻ്റെ വചനം കേട്ടവരെല്ലാവരും അടുത്ത ആഴ്ച വരണം. അടുത്ത ആഴ്ച ഞാൻ ഓൾട്ടർ കോൾ നടത്തും. അന്നേരം കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കാനുള്ളവർ വരണം. ഒരാഴ്ച കൊണ്ട് ഇമോഷണൽ സിറ്റുവേഷൻ ഒന്ന് മാറി എല്ലാവരും വരട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. താൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി 3 മണി കഴിഞ്ഞപ്പോൾ മൂടിക്കൊരു സന്ദേശം ലഭിച്ചു. മൂടി, നിന്റെ പള്ളിക്ക് തീ പിടിച്ചു. പിറ്റേ ഞായറാഴ്ച സഭായോഗമില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഓൾട്ടർ കോൾ കൊടുത്തിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകേണ്ട പലരും തീ പിടിച്ച പള്ളി പോയതുകൊണ്ട് ആരാധനയ്ക്ക് വന്നില്ല. നിത്യാഗ്നിയിലേക്ക് കുറെ പേരൂടെ മാറിക്കാണും. മുടി അന്നൊരു തീരുമാനമെടുത്ത്, മേലാൽ ഒരു ഇമോഷനും വിഷയമല്ല, ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കേണ്ടപ്പോൾ കൊടുത്തിരിക്കും. ഇന്ന് പകൽ ഒരു ഇമോഷന്റെ മുമ്പിൽ കൊണ്ടുവന്നൊരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ശോധന ചെയ്യാം. ജീവിതത്തിൽ കളങ്കം പറ്റാത്ത ഒറ്റയാളില്ല. കർത്താവിൻ്റെ തിരുമേശ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ശുദ്ധീകരണം കഴിഞ്ഞാണ് ഈ മേശയിൽ പങ്കെടുക്കേണ്ടത്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും. പെന്തക്കോസ്ത് നാളിൽ ശക്തിയോടെ ഇറങ്ങി വന്ന ദൈവസഭയെ ശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവ് ഈ മണ്ണിൽ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഒരു 7 വർഷത്തിന് ശേഷം യേശുവിൻ്റെ പാദം യെരുശലേമിൽ ഒലിവുമലമേൽ ചവിട്ടും. ദൂതന്മാർ ചേർന്ന് 24-ാം സങ്കീർത്തനം പാടും. കുത്തിയവെങ്കിലേക്ക് നോക്കി വിലപിച്ച യഹൂദന്മാർ ചേർന്ന് പാടും. പക്ഷേ ജാതികളിൽ നിന്ന് ചേർക്കപ്പെട്ട നമുക്ക് മാനസാന്തരത്തിനുള്ള ഡോർ അടഞ്ഞു കഴിയും. നോഹയുടെ പെട്ടകം സ്വർഗത്തിലെ ദൈവം വാതിലടച്ചതുപോലെ കൃപയുടെ യുഗത്തിന്റെ വാതിലടയും. കൃപായുഗത്തിന് ഒരു ദൈവഭക്തന്റെ ഭാഷയിൽ ഷട്ടർ വീഴും. സാമച്ചൻ പാസ്റ്റർ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു ദൂതിന്റെ ഭാഗം ഞാൻ ചേർത്തത് ദൈവവചനമായി അങ്ങ് എടുക്കുക. കൃപായുഗത്തിന് ഷട്ടർ വീഴും. ഇന്നത് തുറന്നിരിക്കുന്ന ഒടുവിലത്തെ ദിവസങ്ങളാണ്. ഇതുവരെ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാത്ത ഒരൊറ്റ വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നമുക്കിന്ന് ദൈവം തരുന്നൊരു അവസരമാണെന്ന് ഓർക്കുക. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ശേഷം ജീവിതത്തിൽ കളങ്കം പറ്റിയിട്ടുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ വെടിപ്പോടും നിർമ്മലതയോടും കൂടെ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം മറ്റാർക്കും നമ്മുടെ രഹസ്യങ്ങൾ അറിഞ്ഞുകൂടാ. നമ്മുടെ ഉള്ളറകൾ അറിയാവുന്ന ദൈവവും നാമും മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ നിന്റെ ഉള്ളറ ദൈവസന്നിധിയിലോട്ട് എടുത്തോ തുറക്ക്. ഞാനിത് പറയാൻ വേറെ ചില കാരണങ്ങളുണ്ട്. അവിടുന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ വെച്ച് ഒരിക്കൽ ചെറുപ്പക്കാരായ ഒരു ദമ്പതികളെ, 2 വ്യക്തികളെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വന്നവരെ അകത്തോട്ടിറങ്ങി അവരുമായി സംസാരിച്ചവരുടെ വിവരങ്ങൾ അറിയുവാൻ ദൈവം ഒരു കൃപ തന്നു. അവരുടെ ജീവിതത്തിന്റെ പാപവശങ്ങളെക്കുറിച്ച് അന്യോന്യം പറയുന്നത്, ഭാര്യ അറിയാതെയും ഇടയ്ക്ക് അറിഞ്ഞും അന്യ സ്ത്രീകളുമായുള്ള ഈ ദുഷ്ടന്റെ ബന്ധം, ഭർത്താവ് അറിയാതെയും ഇടയ്ക്ക് അറിഞ്ഞും ഈ പെൺകൊച്ചിന്റെ ദുഷ്ടബന്ധം. എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നതാണ്. എന്നാൽ അവർ പറഞ്ഞു, എനിക്ക് കൗൺസിലിംഗ് അറിയാൻ വയ്യ, ഐ എം നോട്ട് ലൈസൻസ്ഡ്.
എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ ലൈസൻസ് ഉണ്ട്, ഞാൻ അത്രയും ചെയ്യാറുള്ളൂ. എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനെന്നും പറഞ്ഞ് വന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് എടുത്തു. ഞാൻ ഇവർ രണ്ടിനോടും ചോദിച്ചു, നീയൊക്കെ രക്ഷിക്കപ്പെട്ടതല്ലേ? വിടപ്പ. കഴിഞ്ഞ ദിവസം ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ചിലതിൻ്റെ ജീവിതം കേട്ടപ്പോൾ എം.എ. വർഗീസിന് ഇതൊന്നും അറിയത്തില്ല. ഞാനൊരു വെള്ള ഉടുപ്പും വെള്ളപ്പാൻറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ നിങ്ങൾ എന്നെ ആകെ കാണുന്നത് ഭക്തിയുടെ വേഷത്തിലാണ്. ഞാൻ ഈ സഭയുടെ പാസ്റ്ററാണെന്ന് ഇവിടുത്തെ കമ്മിറ്റിയും സഹോദരന്മാരും ചേർന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുന്നത് ഒരാത്മനേതാവായിട്ട്. വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, മടങ്ങി വരുന്ന വരവ് പറഞ്ഞു. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കണ്ണുള്ളവൻ, അവന്റെ കണ്ണ് അഗ്നിജ്വാലയെന്ന് നമ്മൾ വായിച്ചത്. അകത്തിന്റെ അകത്തോട്ട് ഇതങ്ങ് ഇറങ്ങും. രഹസ്യങ്ങളുടെ കലവറ മുഴുവനും ഇത് പിച്ചിച്ചീറും. മനുഷ്യൻ വായിൽ നിന്ന് വരുന്ന വാക്ക് കേൾക്കും, താനോ ഹൃദയത്തിന്റെ ചിന്തയും വിചാരവും ദൂരവേ തിരിച്ചറിയും. ദഹിപ്പിക്കുന്ന അഗ്നിയായ ന്യായാധിപതിയായ യേശുവിന്റെ ന്യായസിംഹാസനത്തിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കണക്ക് പറയേണ്ടി വരും. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തെ ചോദ്യം ചെയ്യുന്ന, ശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ന്യായം വിധിക്കപ്പെട്ടുവെന്നല്ല ഞാൻ പറഞ്ഞത്, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ തിരുമേശയിൽ പങ്കെടുക്കുന്നതിന് മുന്നമേ ഒന്ന് സ്വയശോധന ചെയ്യുവാൻ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. ടോട്ടൽ മലയാളം സെക്ഷന് ചർച്ചിന് ഇന്നൊരു ക്ലെൻസിംഗ് ഡേ ആയി പ്രഖ്യാപിക്കണം എന്ന് ദൈവാത്മാവ് പറഞ്ഞതിനാൽ ഞാൻ ദൈവസന്നിധിയിൽ അത് ഏറ്റെടുക്കുകയും, കർത്താവേ, ഞായറാഴ്ച വരെ ആയുസ്സുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ ഇത് ക്ലെൻസിംഗ് ഡേ ആയിരിക്കും എന്ന് ദൈവസന്നിധിയിൽ പറയുകയും ചെയ്തു. ദൈവം എനിക്ക് ആയുസ് തന്നു. ഇന്നിവിടെ നിൽക്കുവാൻ ദൈവം എനിക്ക് ആരോഗ്യം തന്നു. നിങ്ങളെ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി, എന്നെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. നിങ്ങളെ കൊണ്ടിരുത്തിയതിനേക്കാൾ കൂടുതൽ എന്നെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഞാൻ നിങ്ങളുടെ യജമാനനല്ല, നമുക്കൊരു യജമാനനുണ്ട്. ഞാൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ്. പക്ഷെ എൻ്റെ ശുശ്രൂഷ കാൽ കഴുകുന്നതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കഴുകുവാൻ ഒരവസരം ഉണ്ടാക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കുമോ? ഞാനൊരു പാസ്റ്റർ, സീനിയർ പാസ്റ്റർ, 30ഓളം വർഷം ഒറ്റ സഭയിൽ ശുശ്രൂഷിക്കുന്ന അപൂർവം ശുശ്രൂഷകന്മാരിൽ ഒരാളാണ്. വീഴാതെ വണ്ണം കഴിഞ്ഞ 54 വർഷം ഓടുവാൻ സഹായിച്ച ഒരു ട്രാക്ക് റെക്കോർഡ് എനിക്കുണ്ട്. പക്ഷേ ഇതെല്ലാം പുറമേയാ. അകത്തിന്റെ ആകം എൻ്റെ ഉടമസ്ഥനും എനിക്കും അറിയാം. നിങ്ങൾ ചിലർക്ക് 50, ചിലർക്ക് 5, ചിലർക്ക് 1 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട്. പുറമെ സഭയുടെ നോട്ടത്തിൽ മാന്യന്മാർ മാത്രമേ ഇതിനകത്തുള്ളൂ. പേരുകേട് വരുത്തിയവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പൊതുവെ എല്ലാവരും മാന്യരാ. എന്നാൽ ഇന്ന് പകരം ആ മാന്യതയുടെ അകത്തോട്ട് ഉരകല്ലിൽ ഉരയ്ക്കുന്നത് പോലെ തേജസ്സുള്ളവനായ ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണകത്തോട്ട് കയറുമ്പോൾ, കർത്താവേ, അങ്ങ് അറിയാത്ത യാതൊരു രഹസ്യവുമില്ല. അങ്ങയുടെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, എന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ, എന്റെ ചിന്തകൾ, വിചാരങ്ങൾ, ചിന്തനങ്ങൾ, ഇവയിൽ തെറ്റുണ്ടെങ്കിൽ ഇതാ കർത്താവേ, ഇവിടെ വെച്ച് എന്നേക്കുമായി ഞാൻ അതിനോട് യാത്ര പറയുന്നു എന്ന് പറയുവാൻ ദൈവസന്നിധിയിലേക്കൊന്ന് എടുത്തിടുമോ? കഴിഞ്ഞൊരു ദിവസം ഞാനിപ്പോൾ ഒരു പ്രത്യേക വെളിപ്പാട് കാണുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞൊരു ദിവസം ന്യൂസിലൻഡിൽ പോയപ്പോൾ സമുദ്രത്തിന്റെ അടിത്തറ കാണത്തക്കവണ്ണം, ഒരു വലിയ സമുദ്രമല്ല, ഇറ്റ്സ് എ ക്രീക്ക്, അതിന്റെ അടിത്തറ കാണത്തക്കവണ്ണം പ്രത്യേകമായ ഒരു ബോട്ടിന്റെ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിവശം മുഴുവനും കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന്റെ അടിയിൽ നിന്ന് താഴേക്ക് പോകുന്ന പവർഫുൾ ലൈറ്റുകളുണ്ട്. ലൈറ്റ് ഓൺ ചെയ്ത് ആ ക്രീക്കിനകത്തൂടെ പോയാൽ അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മണൽത്തരി വരെ എല്ലാം യാത്ര ചെയ്യുന്നവർക്ക് കാണാം. അതിൽ എന്നെ ഒരു സഹോദരൻ ബ്രദർ റോയ് കൊണ്ടുപോയി.
പെട്ടെന്ന് രംഗം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നു. എൻ്റെ കണ്ണുകളുടെ മുമ്പിൽ അത് നിൽക്കുന്നു. നിശ്ചലമായി കിടക്കുന്നുവെന്ന് തോന്നുന്ന സമുദ്രത്തിന്റെ ആഴത്തിൽ ചലിക്കുന്ന മത്സ്യങ്ങളും കിടക്കുന്ന കല്ലുകളും വളരുന്ന പുല്ലുകളും ഒരുപോലെ ദൃശ്യമായിരുന്നു. എൻ്റെ കർത്താവ് ഓർപ്പിക്കുന്നു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായി ഇന്ന് സഭയെ നോക്കുമ്പോൾ ഓരോ വ്യക്തിത്വങ്ങളുടെ ഉള്ളിൽ ഓരോ മനുഷ്യന്റെ മനസ്സ് ഓരോ കടലാന്ന് മറക്കരുത്. ഇത് ചെറുതൊന്നുമല്ല. ഇതിനകത്തെ അധ്യായങ്ങൾ ലക്ഷങ്ങളിലാണ്. ഇതിനകത്തെ സംഭവങ്ങൾ ലക്ഷങ്ങളിലാണെന്ന്. അതിനകത്തെ കറുത്ത മാർക്കുള്ള സകലതും വെളുത്ത മാർക്കുള്ളതും ഒരുപോലെ തിരുമേനിയുടെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമാണ്. ഇന്ന് പകൽ പാപക്ഷമ കിട്ടിയിട്ടില്ലാത്ത, ഇന്ന് പകൽ രക്തം കൊണ്ട് തുടയ്ക്കപ്പെട്ട് മായ്ക്കപ്പെടാത്ത സകല പാപങ്ങളും പാപമായി താൻ കാണുകയാണ്. സഭയായി നമുക്കൊരു ശുദ്ധീകരണത്തിൽ വരാം. ഞാനൊരു വ്യക്തിയെ കുറ്റക്കാരനെന്ന് വിധിക്കുകയല്ല. നിങ്ങളെ വിധിക്കുവാൻ ഞാൻ ആരുമല്ല. വിധിക്കുന്നവൻ ദൈവമാണ്. നിങ്ങളെല്ലാം ഒരൊറ്റയാളിനെ ഞാൻ നീതിമാനെന്ന് വിധിക്കുകയല്ല. വിധിക്കുന്നവൻ ദൈവമാണ്. നിങ്ങളിൽ ഒരാൾ പോലും എന്നെ നീതിമാനെന്ന് വിധിക്കരുത്, പാപിയെന്നും വിധിക്കരുത്. വിധിക്കുന്നത് ദൈവമാണ്. ഇന്ന് പകൽ ആ ശക്തിയുള്ള കണ്ണ്, ആ ശക്തിയേറിയ പ്രകാശം താൻ സൃഷ്ടിച്ച നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങി വരട്ടെ. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു മറപ്പിച്ചു വെക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. മനുഷ്യന്റെ കണ്ണുകളിൽ നാം നല്ലവരായി വരാം, തീയവരായും വരാം. ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ നാം എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് പകല വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് അടിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെന്ന് സ്വയം പറയുന്നവർ വേറെ ആരോടും പറയണ്ട. ഇറ്റ്സ് എ ടൈം. ഇനിയും നമുക്ക് 2 സെക്കൻഡ് വീക്കുകൾ മാത്രമേ 2012 ബാക്കിയുള്ളൂ. ഇന്ന് എൻ്റെ ജീവിതം ഒന്നുകൂടെ നിർമ്മലീകരിക്കപ്പെടണം. നാം എന്ന് തിരുമേശയോടടുത്താലും ഇത് വേണ്ടതാ, നെച്ചിലൂടെ ഗൗരവമായി. അല്ല, ഓരോ ദിവസവും ഇത് വേണ്ടതാ, ഒത്തിരി കൂടെ ഗൗരവമായി. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ അവരവരെ ശോധന ചെയ്യുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. യേശുവേ, അടിയനങ്ങയുടെ പാദത്തേക്ക് അടുത്തു വരുന്നു. എൻ്റെ കൂട്ടു ശുശ്രൂഷകന്മാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും തിരുമുൻപിലേക്ക് നിരത്തുന്നു. ഞങ്ങളിൽ ഓരോരുത്തനെ, അല്ല ഞങ്ങളെ എല്ലാവരെയും നന്നായി അറിയുന്ന കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് പാപക്ഷമ തന്ന് ഇവിടം വരെ എത്തിച്ച കർത്താവേ, ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത യേശുവേ, ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് കാൽവറിയിൽ വെച്ച് ഉറക്ക കരഞ്ഞവനെ, അങ്ങയുടെ വാക്ക് കേൾക്കുവാൻ അന്ന് ഈ മണ്ണിലാരുമില്ലായിരുന്നെങ്കിൽ സകലത്തെയും ഭരിക്കുവാൻ മടങ്ങി വരുന്നവനായ ദൈവമേ, യേശുവേ, വിശുദ്ധീകരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളുടെ ദാസിദാസന്മാരെ ചങ്കിലെ വെള്ളം കൊണ്ട് വീണ്ടും വീണ്ടും കഴുകുന്ന യേശുവേ, സഭയായി അടിയങ്ങൾ തൃപ്പാദത്തിൽ അടുത്തു വരുന്നു. ഞങ്ങളെ ഒന്നുകൂടെ കഴുകണേ, ഞങ്ങളെ ഒന്നുകൂടെ കഴുകണേ, ഞങ്ങളെ ഒന്നുകൂടെ കഴുകണേ. ഇന്ന് പകൽ ഒരു ദൈവിക ശുദ്ധീകരണത്തിന് വേണ്ടി തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്റർനെറ്റിലൂടെ ഇന്ന് പകൽ ശ്രദ്ധിക്കുന്നവരെ, റെക്കോർഡഡ് വേർഷനുകളിലൂടെ നാളെ നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നവരെ, യേശു വരും, യേശു വരും. ഒലിവുമല യേശുവിൻ്റെ കാൽ സ്പർശമേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാം തയ്യാറായി. ഒരൊറ്റ കാഹളത്തിന്റെ താമസമേ ഉള്ളൂ. ദൂതന്മാർ കാഹളവുമായി നിൽക്കയാ. യേശുവിന്റെ മടങ്ങിവരവ് വളരെ ഫാസ്റ്റായി നടക്കും. ഇറ്റ്സ് പ്രെറ്റി സൂൺ. നാം എടുക്കപ്പെടുമോ? ഇന്ന് പകൽ നാം ശുദ്ധീകരിക്കപ്പെട്ടവരോ? ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു അവസരം തമ്പുരാൻ തരുമ്പോൾ ദയവായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടും. യേശുവേ, അടിയനെ ഒന്നുകൂടെ കഴുകണേ, ഞങ്ങളെ ഒന്നുകൂടെ കഴുകണേ. ഇന്ന് പകൽ അവിടുത്തെ ബലമുള്ള കരം ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് നീതീകരിക്കണേ, ഒന്നുകൂടെ കഴുകണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത്
ഞാൻ ഒരൊറ്റ ഗ്രൂപ്പിന് മാത്രം ഒരു അവസരം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. കർത്താവായ യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശു ദൈവത്തിന്റെ പുത്രൻ എന്നും എന്റെ പാപത്തിന് വേണ്ടി, വ്യക്തിപരമായി എന്റെ പാപത്തിന് വേണ്ടി യേശു കാൽവരിയിൽ മരിച്ചെന്നും തന്റെ രക്തം കൊണ്ട് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് എനിക്ക് സൗജന്യമായി തന്നുവെന്നും ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുവെന്നും ഉറപ്പുള്ളവരും, അതേസമയം ഇന്നുവരെയും പരസ്യമായി അതിനൊരു സാക്ഷിയായിട്ടില്ലാത്ത, അല്ലെങ്കിൽ അത് ഏറ്റുപറഞ്ഞിട്ടില്ലാത്തവരുമായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവർക്ക് പരസ്യമായി ഇന്ന് ഞാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു, യേശു ദൈവപുത്രനെന്നും എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചവനെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ആയുസ് ജീവിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ ഉറപ്പ് കൊടുക്കുന്നു എന്ന് പറയേണ്ടത് നമ്മുടെ കടമയാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇന്നുവരെയും അങ്ങനെ ഒരു അവസരം കിട്ടാത്തവർ, അങ്ങനെ ഏറ്റുപറഞ്ഞിട്ടില്ലാത്തവർ ഈ ചർച്ചിനകത്ത് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു അവസരം തരികയാണ്. അങ്ങനെയുള്ളവർ ദയവായി ഉണ്ടെങ്കിൽ ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആദ്യം തിരിയട്ടെ. ആരുണ്ട് ഇതുവരെ ഞാൻ യേശുവിനെ രക്ഷകനെന്ന് പരസ്യമായി ഏറ്റുപറയാൻ സാധിച്ചിട്ടില്ല, ഇന്ന് ഞാൻ അതിനുവേണ്ടി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട്, എൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാറി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവായി വേഗത്തിൽ എഴുന്നേൽക്കാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. പിശാച് കണ്ടോട്ടെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ആരെങ്കിലും ലജ്ജിച്ചാൽ ദൂതന്മാരുടെ മധ്യേ ഞാൻ അവനെക്കുറിച്ച് ലജ്ജിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കോർപ്പിച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൊരവസരം തരികയാ. എൻ്റെ റൈറ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ തിരിയട്ടെ. ആരെങ്കിലും ഉണ്ടോ ഈ പകുതിയിൽ? ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുക്കുന്നു. കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഇരിക്കുക. ആ രണ്ടാമത്തെ വ്യക്തി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ, ഇരുന്നാലും. മൂന്നാമത്തെ വ്യക്തി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഇരിക്കുക. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുകൊടുക്കുകയാണ്. ഇതുവരെ എനിക്കൊരു അവസരം ലഭിച്ചില്ല, ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുകൊടുക്കുകയാണെന്ന് പറയുവാൻ ഈ ലെഫ്റ്റ് വിങ്ങിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിലാകാം. ഞാൻ അരമിനിറ്റിൽ കൂടുതൽ ഇനി എടുക്കത്തില്ല. ഈ സൈഡ് ഇനി ആരെയും ഞാൻ കാണുന്നില്ല. ലാസ്റ്റ് ചാൻസ് ഒരിക്കൽ കൂടെ. ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നവരാകാം. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സഭായോഗമാണ്. ഇതിനകത്ത് അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം ലഭിച്ചില്ല എന്ന് വരരുത്. ഉണ്ടെങ്കിൽ ദയവായി വ്യക്തമായി എഴുന്നേൽക്കാം. ഞാൻ ആരെയും കാണുന്നില്ല. കർത്താവിന് സ്തോത്രം. കർത്താവേ, ആ എഴുന്നേറ്റുന്ന 3-4 പേരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, അങ്ങയുടെ നാമം ചൊല്ലി അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ നിന്ന് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങ് അവർക്ക് വേണ്ടി മരിച്ചല്ലോ, അങ്ങ് അവർക്ക് വേണ്ടി രക്തം ചിന്തിയല്ലോ. ഈ സൺഡേ അവരുടെ വീണ്ടും ജനനത്തിന്റെ ദിവസമായി മാറുവാൻ സ്വർഗം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, വിടുതലിന്റെ കൈ ഇന്ന് അവർക്ക് വേണ്ടി നീട്ടട്ടെ. കർത്താവ്, ഇന്നത് ചെയ്യണേ, ഇന്നത് ചെയ്യണേ. അങ്ങ് അവരെ ശുദ്ധീകരിക്കണം. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. കമ്മിറ്റഡ് ഇൻസ്റ്റലേഷൻ, കർത്താവിൻ്റെ തിരുമേശയൊക്കെ നടക്കേണ്ട സമയം. പക്ഷേ ഞാനൊരു ദർശനം കാണുന്നു. ബ്രെയിനിന് കേടുള്ള ഒരാൾ, ഇറ്റ് കൻ ഐദർ മെന്റൽ റിട്ടാർഡേഷൻ, പ്രോബബ്ലി സംതിങ് ഡിഫറെന്റ്. ബ്രെയിനിൽ പഴുപ്പ് തട്ടിയവരോ ബ്രെയിനിൽ ഏതോ കാര്യമായ രോഗമുള്ളവരോ ആണെന്ന് തോന്നും. ഇതിനകത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് മുന്നോട്ട് പോവാ. നിങ്ങൾ ഈ പകൽ വിടിവിക്കപ്പെടാൻ ഇറ്റ്സ് സംതിങ് ഹ്യൂജ്. ബ്രെയിനിന് തകരാറുള്ള, മാനസിക രോഗമല്ല, ബ്രെയിനിന് രോഗമുള്ള ഒരു ബ്രെയിനിന്റെ ഒരു ഭാഗം ചുമന്നിരിക്കുന്ന ഒരു കാഴ്ച, ഒരു ബ്രെയിൻ തണ്ട് തുറന്നിരിക്കുന്നതായി ഞാൻ കാണുന്നു. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് രോഗശാന്തിയുടെ സമയമല്ല, പക്ഷെ ഒരു പെട്ടെന്നൊരു വെളിപ്പാട് ദൈവം തന്നതുകൊണ്ടാണ്. ഈസ് ദർ എനിബഡി എനിവെയർ ഉണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്, മുന്നോട്ട് കൊണ്ടുപോരെ. ഞാൻ ഈ സമയം പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണും. ഒരു ദൈവിക വിടുതലാത്ത കാര്യത്തിൽ നടക്കും. ആരും വന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഒരാളിനെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് 3 മണിക്ക് മുമ്പേ ഇവിടെ എത്തിക്കുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. ഐ റിപ്പീറ്റ്,
ഇന്ന് 3 മണിക്ക് മുമ്പേ അങ്ങനെ ഒരാളിനെ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഉണ്ട്. കൊണ്ടുവരാൻ കഴിയാത്ത രോഗിയാകാം, കിടപ്പിലാകാം. ഇന്ന് 3 മണിക്ക് മുമ്പേ കൊണ്ടുപോവാ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നൊരു രോഗസൗഖ്യം നടക്കും. അങ്ങനെ ഒരു കേസ് ദൈവം വന്നിട്ടുണ്ടോ സിസ്റ്ററെ? അതാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പ്രാർത്ഥിക്കാം. മുന്നോട്ട് വാ. ഏതായാലും ആ വിശ്വാസത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ.